ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി എത്രയാണോ അത്രയും ടേമുകൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എഴുതിയാൽ മതി. ഇത് 2 കട്ടായി പോവും, എക്സും കട്ടായി പോവും. ബാക്കി വരുന്ന എക്സ് ക്യൂബ് കട്ടായി പോയി. അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആൻസർ ആയിട്ട് എഴുതിയാൽ മതി എന്നറിയാവുന്ന കാര്യമാണ്. അപ്പോൾ -1/6 പ്ലസ് 8/6 × 2 വരും. ഇത് കട്ട് ചെയ്ത് പോയിട്ട് ഇവിടെ 4 വരും. അപ്പോൾ 6 LCM ആയിട്ട് എടുത്താൽ 3/6 വരും. ദാറ്റ് ഈസ് 1/2 എന്നും കിട്ടും. യൂണിയൻ 6 to ഇൻഫിനിറ്റി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലീസ്റ്റ് പോസിറ്റീവ് ഇൻ്റഗ്രൽ വാല്യൂ ഓഫ് എ. 6 വലുതായാൽ മതി. ഇപ്പോൾ 7. എക്ക് വരാവുന്ന ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് 7 ആയിരിക്കും. 6 = sin θ കിട്ടും. സൈനും കോസും വരുമ്പോൾ തീറ്റ എലിമിനേറ്റ് ചെയ്താൽ മതി. സ്ക്വയറിങ് ആൻഡ് ആഡിങ്. അപ്പോൾ x-1 പ്ലസ് y-2 36 = 1 കിട്ടും. സ്ക്വയറിങ് ആൻഡ് ആഡിങ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 2026 ജാനുവരിയിൽ നടന്ന ഫസ്റ്റ് സെഷൻ JEE മെയിനിലെ മാത്തമാറ്റിക്സ് 24ാം തീയതി നടന്ന സെക്കൻഡ് ഷിഫ്റ്റ് മാത്തമാറ്റിക്സിൻ്റെ പേപ്പർ നമുക്ക് നോക്കാം. നിങ്ങളെ ഏപ്രിൽ എക്സാമിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ സ്ലോട്ടുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. 24ലേക്ക് വന്നാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ AP എന്നുള്ള ക്വസ്റ്റ്യനാണ്. A1, A2, A3, A4 are in AP of 4 terms such that each term of the AP and its common difference L are integers. എല്ലാ ടേമുകളും കോമൺ ഡിഫറൻസിനെ L എന്നാണ് വിളിക്കുന്നത്, ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ 4 ടേമുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ 4 ടേമുകൾ APയിൽ വരുമ്പോൾ അതിൻ്റെ സം അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്നത് A-3D, A-D, A+D, A+3D. ഇങ്ങനെ നമ്മൾ 4 ടേമുകൾ എടുക്കുന്നു. A-D, A-3D, A-D, A+D, A+3D. ഇതിൻ്റെ സം അവർ തന്നിട്ടുണ്ട്. സം ഈസ് ഈക്വൽ ടു വാട്ട്? സം 48 എന്നവർ തന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2D ആയിരിക്കും. അതാണ് അവർ L എന്ന് തന്നിരിക്കുന്നത്. ആ കാര്യം ശ്രദ്ധിക്കണം. കോമൺ ഡിഫറൻസ് 2D ആയിരിക്കും ഓരോ ടേമിൻ്റെയും. അതിനാണ് L എന്ന് തന്നിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ D എല്ലാം കട്ട് ചെയ്ത് പോയിട്ട് 4A = 48 എന്നും A = 12 എന്ന് നമുക്ക് കിട്ടും. A = 12. ഇനി തന്നിരിക്കുന്ന അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത്, നെക്സ്റ്റ് കണ്ടീഷൻ അവർ തന്നിരിക്കുന്നത് ഇതാണ്. A1, A2, A3, A4 പ്ലസ് L⁴. അപ്പോൾ A1 × A2 എന്ന് A1 എന്ന് പറയുമ്പോൾ 12 - 3D ഇൻറ്റു 12 - D ഇൻറ്റു 12 + D ഇൻറ്റു 12 + 3D പ്ലസ് L⁴. L എന്ന് പറയുന്നത് 2D ആണ്. അപ്പോൾ അതിൻ്റെ ⁴ എടുക്കുമ്പോൾ 16D⁴ = അവർ തന്നിരിക്കുന്നു 361. ഇതിനകത്തുനിന്ന് D കണ്ടുപിടിക്കുന്നു. D കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലാർജസ്റ്റ് ടേം കിട്ടും. അപ്പോൾ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഈ 2 ടേം എടുത്താൽ 144 - 3 9D², A+B × A-B. ഈ 2 ടേം എടുത്താൽ 144 - D² പ്ലസ് 16D⁴ = 361. ഓക്കെ. വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഇത് രണ്ടോടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9D² വരും, 9D⁴ വരും. പ്ലസ് 16D⁴ എന്ന് പറയുമ്പോൾ 25D⁴. D² ടൈം എന്ന് വെച്ചാൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -9D² × 144. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1D² × 144. അപ്പോൾ അത് രണ്ടോടെ ആഡ് ചെയ്യുമ്പോൾ -10D² × 144 എന്ന് വരും അല്ലേ.
ഇത് -1d² ഇൻറ്റു 144, ഇത് -9d² ഇൻറ്റു 144, 144 പുറത്തേക്ക് എടുത്താൽ ഇങ്ങനെ കിട്ടും. പ്ലസ് 144 സ്ക്വയർ, 144 സ്ക്വയർ പ്ലസ് 16d⁴ ഈക്വൽ ടു 19 സ്ക്വയർ അല്ലേ. 360 എന്ന് പറയുമ്പോൾ 19 സ്ക്വയർ. വീണ്ടും ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇത്രയും ടൈമുകളൊന്ന് കൺസിഡർ ചെയ്താൽ d² d⁴ അല്ല സോറി, ഇത് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു കേട്ടോ. ഏത് ഈ 16d⁴ നമ്മൾ ഓൾറെഡി എടുത്തതല്ലേ, അങ്ങനെയല്ലേ 25 കിട്ടിയത്. അപ്പോൾ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഇതിനകത്ത് നിന്ന് കിട്ടുന്നത് ഇത് കിട്ടും 5d² - 144 the whole square, a - b whole square, a square minus 2ab plus b square is equal to 19 square. That implies 5d² - 144 is equal to 19. പ്ലസ് ഓർ മൈനസ് 19 എടുക്കാം. നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാൻ പ്ലസ് ഓർ മൈനസ് 19 എടുത്താൽ, പ്ലസ് 19 എടുത്തു കഴിഞ്ഞാൽ ഇത് റൈറ്റിലേക്ക് പോയാൽ 144 163 മൈനസ് പ്ലസ് ഓർ മൈനസ് -19 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ -19 എടുത്താൽ 5d² എന്ന് പറയുന്നത് 144 -19, അപ്പോൾ 125. -19 എടുത്താൽ മതി, പ്ലസ് ഓർ മൈനസിൽ -19 എടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയറിലേക്ക് എത്തും. അപ്പോൾ d² is equal to 25 എന്നും d is equal to പ്ലസ് ഓർ മൈനസ് 5 എന്നും കിട്ടും. ഡിയും കിട്ടി, എയും കിട്ടി, ലാർജസ്റ്റ് ടൈം. അപ്പോൾ ഡി നിങ്ങൾ +5 എടുക്കണമെങ്കിൽ ഇതെടുക്കാൻ ലാർജസ്റ്റ് ടൈം 12 പ്ലസ് 3 × 5, -5 എടുക്കണമെങ്കിൽ ഇതെടുക്കാൻ ലാർജസ്റ്റ് ടൈം. അപ്പോൾ 15 + 12 that is 27. ഫോർത്ത് ഓപ്ഷൻ കിട്ടും. ഫോർത്ത് ഓപ്ഷൻ ഇസ് കറക്റ്റ്. കാൽക്കുലേഷൻ കുറച്ചുണ്ട് എങ്കിലും ഈസി അല്ലെങ്കിൽ മീഡിയം കാറ്റഗറിയിൽ പെടുത്താവുന്ന ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ f of alpha denote the area of the region in the first quadrant bounded by x equal to 0, x equal to 1, y square equal to x and this line. ആദ്യം ഫിഗർ ഒന്ന് വരച്ചെടുക്കാം. ഫിഗർ എന്ന് പറയുമ്പോൾ y² equal to x പരാബോള അല്ലേ. y² equal to x എന്ന് പറയുന്ന പരാബോള, ഇതാണ് x is equal to 0, ഇത് x equal to 1, x equal to 1 0. ഇനി എന്താണ് f of alpha? f of alpha is the region of area of the region ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്നു. ഈ കർവും തമ്മിലുള്ള ഏരിയയാണ് f of alpha എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ f of 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? f of 0 ആൽഫയ്ക്ക് 0 കൊടുക്കുന്നു. ഏരിയ ഓഫ് ദ റീജിയൻ ആണ്. ഏത് ഏരിയ ആണ് വരുന്നത്? ഈ പറയുന്ന കർവും ഇതിനകത്ത് ആൽഫയ്ക്ക് 0 കൊടുക്കും. അതായത് ഏരിയ ഓഫ് ദ റീജിയൻ ഏതൊക്കെയാണ്? x equal to 0, x equal to 1, y² equal to x. അതുകൂടാതെ ആൽഫയ്ക്ക് 0 കൊടുത്താൽ ഇതിനകത്ത് ആൽഫയ്ക്ക് 0 കൊടുത്താൽ എന്ത് കിട്ടും? y is equal to ആൽഫയ്ക്ക് 0 എന്ന് കൊടുത്താൽ ആൽഫ is equal to 0, 5 - 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 4, y equal to 4. ഓക്കെ, ഇതാണ് f of 0 എന്ന് ഉദ്ദേശിക്കുന്നത്. ഏരിയ ഓഫ് ദ റീജിയൻ. f of alpha എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ റീജിയൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ f of 0 is the area of the region bounded by this and y equal to 4. അപ്പോൾ y equal to 4 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് 1 1 ആണ് വരുന്നത്. ഇപ്പോൾ ഫിഗർ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ y equal to 4 ഇങ്ങനെ പോകും. y equal to 4. അപ്പോൾ ഈ പോർഷൻ്റെ ഏരിയ വരുന്നത് ഏരിയ ഓഫ് അതല്ല ദിസ് പോർഷൻ. ഒരു ബൗണ്ടറി x equal to 0 y ആക്സിസ്, ഒന്ന് x equal to 1, ഒന്ന് പരാബോള, ഒന്ന് ലൈൻ y equal to 4. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് വരും?
ഏരിയ എഫ് ഓഫ് 0 ആണ് ഏരിയ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 മുതൽ 1 വരെ, 0 മുതൽ 1 വരെ അപ്പർ ലൈൻ എന്ന് പറയുന്നത് 4 ആണ്, മൈനസ് ലോവർ ലൈൻ എന്ന് പറയുന്നത് പരാബോളയാണ് എക്സ് സ്ക്വയർ ഡി എക്സ്, വിച്ച് ഈസ് ഈക്വൽ ടു 4 മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫ്രം 0 to 1, that is 4 minus 1 by 3, that is 11 by 3. 11 by 3. ഇനി എഫ് ഓഫ് 1 കാണാം. എഫ് ഓഫ് 1 കാണുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൽഫയ്ക്ക് 1 കൊടുക്കുക. ആൽഫയ്ക്ക് 1 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? y is equal to mod x minus 5 മൈനസ് മോഡ് 1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. ആൽഫയ്ക്ക് 1 എന്ന് കൊടുക്കുമ്പോൾ ഈ രീതിയിൽ വരും. വിച്ച് ഇസ് ഈക്വൽ ടു, നിങ്ങൾ നോക്കൂ, എക്സിൻ്റെ വാല്യൂ 0 മുതൽ 1 വരെ അലൗഡ് ആയിട്ടുള്ളൂ. എക്സ് ഫ്രം 0 to 1 അതവരെ നേരത്തെ പറഞ്ഞേക്കണേ. അപ്പോൾ 0 മുതൽ 1 വരെ എന്ന് പറയുമ്പോൾ എക്സ് 0 മുതൽ 1 വരെ എന്ന് പറയുമ്പോൾ ഇത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ മോഡ്ലെസ് റിമൂവ് ചെയ്യുമ്പോൾ 5 മൈനസ് എക്സ് കിട്ടും. ഇതോ 0 to 1 ഇത് പോസിറ്റീവ് തന്നെയായിരിക്കും. അപ്പോൾ 1 പ്ലസ് എക്സ് വരും, പ്ലസ് എക്സ് സ്ക്വയർ, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് സംഭവിക്കും? വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കേസിൽ എന്ന് പറയുമ്പോൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4, y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ 4 എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു y മൈനസ് 4. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഈ പരാബോള ആയിരിക്കും ഇങ്ങനെ പോകുന്ന പരാബോള. അപ്പോൾ ഇത്ര ഏരിയ കൂടെ വരും. ഒരു ബൗണ്ടറി ആദ്യം y ഈക്വൽ ടു 4 ആയി, ആൽഫയ്ക്ക് 0 കൊടുക്കുമ്പോൾ y ഈക്വൽ ടു 4 ആയിരുന്നെങ്കിൽ ആൽഫയ്ക്ക് 1 കൊടുക്കുമ്പോൾ ഇതായിരിക്കും ബൗണ്ടറി ലൈൻ വരിക. അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് 1 ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 മുതൽ 1 വരെ അപ്പർ കർവ് 4 മാറും. 4 മാറിയിട്ട് എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 4 വരും, മൈനസ് ലോവർ കർവ് എക്സ് സ്ക്വയർ വരും. അത് വളരെ ഈസി അല്ലേ? 4x വരും, ഇൻ്റഗ്രൽ 0 to 1, that is 4 അല്ലേ? ആൻഡ് ദിസ് y മൈനസ് 4 എക്സ് സ്ക്വയർ പ്ലസ് 4 1. അപ്പോൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് 1 ആണ് ചോദിച്ചിരിക്കുന്നത്. എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് 1 നമുക്ക് ഓപ്ഷൻ കിട്ടുന്നില്ല എന്ന് തോന്നുന്നല്ലോ അല്ലേ? എഫ് ഓഫ് 1 നമുക്ക് 4x വരും. പേ ചെയ്തതുപോലെ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 4 ആണ് y വരുന്നത്. 0 മുതൽ 1 വരെ മൈനസ് ലോവർ കർവ് വരുന്നത് ചെറിയ തെറ്റ് വന്നു. ഇത് y സ്ക്വയർ ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ y ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് ആയിരുന്നു അല്ലേ? സോറി, ഇവിടെയും തെറ്റി, ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ ചെയ്തേക്കാം. ആദ്യം ഇത് ക്ലിയർ ചെയ്തിട്ടോ. ഇത് y ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് ആയിരുന്നു. അപ്പോൾ 4x മൈനസ് റൂട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു 1/2 എക്സ് റേസ് ടു 1/2 എക്സ് റേസ് ടു 3/2. അപ്പോൾ 2/3 ഇൻറ്റു എക്സ് റേസ് ടു 3/2 വരും ഫ്രം 0 to 1. അപ്പോൾ 4 മൈനസ് 2/3 വരും. ദാറ്റ് ഈസ് 12 മൈനസ് 2 10/3 വരുന്നു എന്ന് തോന്നുന്നു അല്ലേ? 12 മൈനസ് 2/3 3/2. ഇതിനകത്ത് വന്നിട്ട് എക്സ് സ്ക്വയർ ബൈ 4 അല്ല, എക്സ് സ്ക്വയർ പ്ലസ് 4 മൈനസ് റൂട്ട് എക്സ് വരുന്നു ഡി എക്സ്. ഇപ്പോൾ ഇൻ്റഗ്രേഷൻ വരുമ്പോൾ എന്ത് വരും? എക്സ് ക്യൂബ് ബൈ 3 വരും, പ്ലസ് 4x വരും, റൂട്ട് എക്സിൻ്റെ 2/3 എക്സ് റേസ് ടു 3/2 വരും, ഫ്രം 0 to 1 വരും. അപ്പോൾ ഇത് ഇൻ്റഗ്രേഷൻ വരുമ്പോൾ 1/3 പ്ലസ് 4 മൈനസ് 2/3 വരും. 3 LCM ആയിട്ട് എടുത്താൽ 12 പ്ലസ് 1 11 വരും. 11 മൈനസ് 2 എന്ന് പറയുമ്പോൾ 9 വരും. 12 2/3 വരും. 9 LC ആയിട്ട് എടുത്ത് 12 പ്ലസ് 1 13 മൈനസ് 2 11 വരും. അപ്പോൾ 11/3 വരും. അപ്പോൾ എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് 1 എന്ന് പറയുമ്പോൾ
10/3 പ്ലസ് 11/3 വരും. ദാറ്റ് ഈസ് 21/3 വരും. അപ്പോൾ 7 കിട്ടും. ഫോർത്ത് ഓപ്ഷൻ. പക്ഷെ വായിച്ച് ഐഡിയ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എനിക്കിവിടെ സംഭവിച്ച പോലെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്നാലും നെഗറ്റീവ് കിട്ടില്ല, കാരണം എനിക്ക് ഓപ്ഷൻ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് നെഗറ്റീവ് കിട്ടില്ല. പക്ഷെ കുറച്ച് വായിച്ച് മനസ്സിലാക്കാൻ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായേക്കാം. അതിൻ്റെ പേരിൽ അത് മീഡിയത്തിൽ പെടുത്തിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, അത് കണ്ടിന്യൂറ്റിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. f(0) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a ആയിരിക്കും അല്ലേ? f(0) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a ആയിരിക്കും. ഇനി f(0 പ്ലസ്) എന്ന് പറഞ്ഞാൽ ലിമിറ്റ് x ടെൻഡിങ് ടു 0. 0 പ്ലസ് എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷൻ എടുക്കുന്നു. ഞാൻ സീരീസ് അപ്ലൈ ചെയ്യും കേട്ടോ. സൈൻ എക്സിൻ്റെ സീരീസ് x മൈനസ് x³ 3 മൈനസ് ഹാഫ് ഇൻറ്റു സൈൻ 2x ആണെങ്കിൽ 2x വരും. ഇപ്പോൾ ബൈ 2 എന്ന് എഴുതും കേട്ടോ, ആ മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. പിന്നെ 2x³ വരും. ആ 2യുടെ അകത്തേക്ക് ചെല്ലുമ്പോൾ 2x³ ഇൻറ്റു ഈ 1/2 കൂടെ വരും, ഡിവൈഡഡ് ബൈ x³. നിങ്ങൾക്കറിയാം ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി എത്രയാണോ അത്രയും ടേമുകൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എഴുതിയാൽ മതി. ഇത് 2 കട്ടായി പോവും, എക്സും കട്ടായി പോവും. ബാക്കി വരുന്ന എക്സിൻ്റെ x³ കട്ടായി പോയി. അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആൻസർ ആയിട്ട് എഴുതിയാൽ മതി എന്നറിയാവുന്ന കാര്യമാണ്. അപ്പോൾ -1/6 പ്ലസ് 8/6 ഇൻറ്റു 2 വരും. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോയിട്ട് ഇവിടെ 4 വരും. അപ്പോൾ 6 LCM ആയിട്ട് എടുത്താൽ 3/6 വരും. ദാറ്റ് ഈസ് 1/2 എന്നും കിട്ടും. അതും വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ? 1/2 കിട്ടി. ദെൻ f(0 മൈനസ്) എന്ന് പറഞ്ഞാൽ ലിമിറ്റ് x ടെൻഡിങ് ടു 0 സൈൻ v² ഇൻറ്റു സൈൻ. ഇത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിയറിനെ പറ്റി പറയുന്ന ബ്രാക്കറ്റ് ആട്ടോ. അവർ പറയുന്നുണ്ട് ഇത് സ്ക്വയർ ബ്രാക്കറ്റ് അല്ല, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിയർ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, എക്സിന് 0 കൊടുത്താൽ കോസ് 0 1 വരും, സൈൻ 0 വരും, ഇവിടെ 0 1 കിട്ടും. അപ്പോൾ ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിയറിനകത്ത് നോക്കിയേ 1 വരില്ലേ, 1 × π/2 എന്ന് വരും. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ഈ ടൈം വരുന്നത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് π/2 വരും. അതിൻ്റെ ബ്രാക്കറ്റ് അകത്തായിട്ട് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് π/2 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 1.57 വരും അല്ലേ? 1.57 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 കിട്ടും അല്ല? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 1.57 ദാറ്റ് ഈസ് 1 കിട്ടും. അപ്പോൾ ഇൻറ്റു 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ π/2 വരും. ബൈ ഒന്നുമില്ല, വിച്ച് ഈസ് ഈക്വൽ ടു എക്സിന് 0 കൊടുക്കുന്നു, എക്സ് കൂടെ കൊടുക്കാനില്ല അല്ലേ? അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു b² എന്ന് കിട്ടി. എക്സ് ഇല്ലല്ലോ, നമ്മൾ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞു, ലിമിറ്റ് അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, ദാറ്റ് ഈസ് b². അപ്പോൾ ഇതെല്ലാം ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ a ഉണ്ട്, 1/2 ഉണ്ട്, b² ഉണ്ട്. അപ്പോൾ a² is equal to a is equal to b² is equal to 1/2. എന്താ കണ്ടുപിടിക്കേണ്ടത്? we find a² plus b². find a² plus b² is equal to a² plus b² is equal to 1/4 plus 1/2. 4 LCM ആയിട്ട് എടുത്താൽ 1 plus 2 വരും, ദാറ്റ് ഈസ് 3/4. ഫോർത്ത് ഓപ്ഷൻ കിട്ടും. 3/4 ദാറ്റ്സ് ഫോർത്ത് ഓപ്ഷൻ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ. നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്നതാണ്, ഇൻവേഴ്സിൻ്റെ ലോഗരിതത്തിൻ്റെ ഒക്കെ ഡൊമൈൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ എന്താണ്? ഡൊമൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. ഡൊമൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ലൈസ് ബിറ്റ്വീൻ -1 and 1 അല്ലേ? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ -1നും 1നും ഇടയ്ക്കാണ്. അതായത് മോഡ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി, മോഡ് ഓഫ് 1/x² - 2x - 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ മോഡ് x² - 2x - 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് 2 കേസുകൾ കിട്ടും. ഏതൊക്കെയാണ്? ശരിയല്ലേ? റെസിപ്രോക്കൽ എടുത്തപ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്തു. വേണമെങ്കിൽ ഇത് സ്ക്വയർ ചെയ്തിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു കേസ് എന്ന് പറഞ്ഞാൽ x² - 2x - 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. അടുത്ത കേസ് x² - 2x - 2
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ? മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ എക്സ് ലെസ് ദാൻ മൈനസ് എ ഓർ എക്സ് ഗ്രേറ്റർ ദാൻ എ. അപ്പം ഇതിനകത്തുനിന്ന് എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 കിട്ടും. ഇതിനകത്തുനിന്ന് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac 8/2 കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 എന്ന് വരും. 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 2. ഇതിനകത്തുനിന്നോ ഈ കേസിൽ നിന്നോ ദിസ് വൺ കേസ് അനദർ കേസ് എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കിട്ടും. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു, അല്ല നമുക്ക് വേണമെങ്കിൽ മിഡിൽ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ, എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, പ്രോഡക്റ്റ് മൈനസ് 3 സമ്മ് മൈനസ് 2. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമ്പർ ലൈൻ വരച്ച് കഴിഞ്ഞാൽ -1 3 പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് അപ്പോൾ റേഞ്ച് കിട്ടും. ഇതിനകത്ത് നമ്പർ ലൈൻ വരച്ച് കഴിഞ്ഞാൽ 1 മൈനസ് റൂട്ട് 2 1 പ്ലസ് റൂട്ട് 2 പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് എടുക്കണം, അവിടെ പോസിറ്റീവ് എടുക്കണം. ദെൻ നമുക്ക് കോമൺ ആയിട്ടൊരു നമ്പർ ലൈൻ വരച്ചിട്ട് ഫൈനൽ ആൻസറിലേക്ക് എത്താം. ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി, ഏറ്റവും ചെറിയ വാല്യൂ കിട്ടിയിരിക്കുന്നത് -1 അല്ലേ? അല്ലെങ്കിൽ വേണ്ട, ഈ 4 വാല്യൂസ് ഉണ്ട്, ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ഉണ്ട്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്താലും മതി. ഇപ്പോൾ കാരണം ഇത് ഓരോന്ന് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ എന്ന് എടുക്കുന്നു, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാനല്ലേ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്ത് വരും, 1 മൈനസ് റൂട്ട് 2 പ്ലസ് 1 പ്ലസ് റൂട്ട് 2 പ്ലസ് -1 പ്ലസ് 3 റൂട്ട് 2 കട്ട് ഒരു 1 കട്ട് ആൻസർ 4 കിട്ടും. ഓപ്ഷനിലുണ്ട്, ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. ഈ നമ്പർ ലൈൻ വരച്ച് കറക്റ്റായിട്ട് ചെയ്യുക. ആദ്യം -1, പിന്നെ 1 മൈനസ് റൂട്ട് 2, പിന്നെ 1 പ്ലസ് റൂട്ട് 2, ദെൻ 3. റീജിയനും വേണമെങ്കിൽ ഒന്ന് നോക്കാമെന്ന് മാത്രം. ഇപ്പോൾ ഇവർ പറയുന്നു, ഒരാൾ പറയുന്നു ഒന്നുകിൽ 3യേക്കാൾ വലുത് അല്ലെങ്കിൽ -1 ചെറുത്. ഇതൊരാളുടെ റീജിയൻ. മറ്റൊരാൾ പറയുന്ന റീജിയൻ എന്താ നോക്കൂ, അവർ പറയുന്നത് നെഗറ്റീവാണ്. സോ -1/√2 ടു +1/√2. ഓക്കെ, ഇതെല്ലാം ഓറാണ്, ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്, ഓർ കേസാണ്. ഓർ ആൻഡ് അല്ലാട്ടോ, ദിസ് ഈസ് ഓർ. അപ്പോൾ -∞ ടു -1 ഇത് ആൽഫ, പിന്നെ ഇവിടം തൊട്ട് ഇവിടം വരെ ഇത് ബീറ്റ, ദിസ് ഗാമ, ദിസ് ഡെൽറ്റ ആഡ് ചെയ്യുന്നു. ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ഡെൽറ്റ ആയതുകൊണ്ട് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കറക്റ്റായിട്ടുള്ള മെത്തേഡ് ഇത് തന്നെയാണ്, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ചെയ്യുക. ജെയുടെ ക്വസ്റ്റ്യൻ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ലാർജസ്റ്റ് ഇൻറ്റിജർ n ഫോർ വിച്ച് 40⁻n ഡിവൈഡ്സ് 60 ഫാക്ടോറിയൽ. നിങ്ങൾ റിസൾട്ട് പഠിക്കുന്നതാണ്. പവർ ഓഫ് പ്രൈം പി ഇൻ n ഫാക്ടോറിയൽ അല്ലെങ്കിൽ എക്സ്പോണൻ്റ് ഓഫ് പ്രൈം പി ഇൻ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ് റിസൾട്ട് പഠിക്കുന്നതാണ്. ദാറ്റ് ഈസ് n/p പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/p² പ്ലസ് എക്സെട്ര. ഇത് പറയുന്നത് എക്സ്പോണൻ്റ് ഓഫ് പ്രൈം പി ഇൻ n ഫാക്ടോറിയൽ എന്നാണ് പറയുന്നത്. പി എന്ന് പറയുന്ന പ്രൈം നമ്പർ. ഇവിടെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പോണൻ്റ് ഓഫ് 60 ഫാക്ടോറിയൽ ഇൻ പ്രൈം 40 എന്ന് എഴുതാൻ പറ്റില്ല, കാരണം ഈ 40 ഒരു പ്രൈം നമ്പർ അല്ല. ആ ഒരു പ്രശ്നം ഇവിടെ നേരിടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, 40 ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2³ × 5 എന്ന് എഴുതാം. ഈ 2ഉം 5ഉം പ്രൈം നമ്പറാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 2ൻ്റെ നോക്കിക്കഴിഞ്ഞാൽ 2ൻ്റെ നോക്കുന്നതിൽ ലോജിക്ക് ഇല്ല, കാരണം 2 ഇതിനകത്ത് ചെറിയ പ്രൈം നമ്പറാണ്. വലിയ പ്രൈം നമ്പറിൻ്റെ പവർ എത്രയാണോ അതാണ് നമ്മൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ലീസ്റ്റ് പവർ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 60/2 പ്ലസ് 60/2² ദാറ്റ് ഈസ് 4 പ്ലസ് 60/8 പ്ലസ് 60/16 പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആട്ടോ 60/32. അടുത്തത് മുതൽ വേണ്ട, 0 ആയി പോകും. അതുപോലെ തന്നെ
എക്സ്പോണൻ്റ് ഓഫ് 5 ഇൻ 60 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീരിയർ ഓഫ് 60/5 പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീരിയർ ഓഫ് 60/25 രണ്ടും മതി. അടുത്തത് 25ൻ്റെ ക്യൂബ് വരും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടും 60/5 എന്ന് പറയുമ്പോൾ 12 കിട്ടും, പ്ലസ് ഇത് 2 പോയിന്റ് സംതിങ് ദാറ്റ് ഈസ് 2 വിച്ച് ഈസ് 14 എന്ന് വരും. 14 ഇതിൻ്റെ എക്സ്പോണൻ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലും വലിയ നമ്പർ ആയിരിക്കും. നമ്മൾ ലീസ്റ്റ് എക്സ്പോണൻ്റ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് 40 വന്നോലോ, 41 ഈ 2 മാത്രം പോരാ, 5ഉം വരണം. അപ്പോൾ ഈ 2 ക്യൂബും 5ഓടെ ചേർന്നാൽ മാത്രമേ നമുക്ക് 40ലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ 5ൻ്റെ പവർ, ഇപ്പോൾ 2ൻ്റെ പവർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 14നേക്കാൾ വലുതായിരിക്കും. ലീസ്റ്റ് പവർ നോക്കിയാൽ മതി. അപ്പോൾ ലീസ്റ്റ് പവർ 14 ആണ്, അതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. 2ൻ്റെ പവർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. 2ൻ്റെ പവർ എന്ന് പറയുമ്പോൾ ഇതിലും വലിയ നമ്പറാണ്. അപ്പോൾ ആ നമ്പറിന് ആനുപാതികമായിട്ട് എടുക്കാൻ 5ന് പവർ ഇല്ല. 5ൻ്റെ മാക്സിമം 14 ഉള്ളൂ. അപ്പോൾ 5ൻ്റെ പവർ 14 എടുക്കുമ്പോൾ 2വിനകത്തുനിന്ന് 14 നമുക്ക് എടുക്കാൻ പറ്റും. കാരണം 2ൻ്റെ പവർ അതിലും വലുതാണ്. അപ്പോൾ നമുക്ക് 40 എന്ന് പറയുന്ന നമ്പർ കിട്ടും. സോ തേർഡ് ഓപ്ഷൻ. അടുത്തത് എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, വെക്ടർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സി ഇസ് എ വെക്ടർ. സി എന്ന് പറയുന്ന ഒരു വെക്ടർ തന്നിട്ടുണ്ട്. എ മൈനസ് ബി ഡോട്ട് സി തന്നിട്ടുണ്ട്. സി ക്രോസ് കെ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കുക. വെക്ടർ സി കാണുക എന്നുള്ളതേ ഇതിനകത്ത് ഉള്ളൂ. അപ്പോൾ വെക്ടർ സി കാണാൻ വേണ്ടിയിട്ട് നോക്കൂ, ഈ കണ്ടീഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ 2 എഴുതി കഴിഞ്ഞാൽ 2a ക്രോസ് സി പ്ലസ് 3b ക്രോസ് സി ഈക്വൽ ടു 0 എന്ന് എഴുതി. സോ ഇറ്റ് ഈസ് 2a പ്ലസ് 3b ക്രോസ് സി ഈക്വൽ ടു 0 കിട്ടും. ക്രോസ് സി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സ്കെയിലാർ മൾട്ടിപ്പിൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ക്രോസ് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ പാരലാന്നറിയാം. 1 ഈസ് എ സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് അതർ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സി ഈക്വൽ ടു ലാംഡ ഇൻറ്റു 2a പ്ലസ് 3b എന്ന് എഴുതാം. സി ഈക്വൽ ടു ലാംഡ ഇൻറ്റു 2a പ്ലസ് 3b 4i വരും, പ്ലസ് 3 7i ക്യാപ്പ് എന്ന് കിട്ടും. ശരിയല്ലേ, നോക്കിക്കോളൂ കേട്ടോ. മൈനസ് 10j വരും, മൈനസ് 3 വരും, മൈനസ് 13j ക്യാപ്പ് വരും, 10k വരും, പ്ലസ് 9 വരും, 19k ക്യാപ്പ് വരും. ഓക്കെ, ദെൻ മോഡ് സി ക്രോസ് കെ ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കണം. മോഡ് സി ക്രോസ് കെ ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ ലാംഡ കിട്ടണ്ടേ? ലാംഡ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കണ്ടീഷൻ തന്നിരിക്കുന്നത്. എ മൈനസ് സി, എ മൈനസ് ബി, എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 2 മൈനസ് 1 ദാറ്റ് ഈസ് 1 കിട്ടും. 1 ഇൻറ്റു 7 ലാംഡ അല്ലേ. 2i മൈനസ് ഐ കിട്ടി. ഡോട്ട് സി ചെയ്യുമ്പോൾ ഐയുടെ കോഎഫിഷ്യൻ്റ് ഡോട്ട് ചെയ്തു. മൈനസ് 5 മൈനസ്, അപ്പോൾ പ്ലസ് വരും, മൈനസ് 4 വരും, മൈനസ് 4 മൈനസ് 13 ലാംഡ. വീണ്ടും കെയുടെ ടൈം എടുത്താൽ 5 മൈനസ് 3, എ മൈനസ് ബി 5 മൈനസ് 3 2 വരും. 2 ഇൻറ്റു 19 ലാംഡ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 97 തന്നിട്ടുണ്ട്. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. അപ്പോൾ 7 ലാംഡ പ്ലസ് 52 ലാംഡ പ്ലസ് 38 ലാംഡ ഈക്വൽ ടു മൈനസ് 97. അപ്പോൾ ഇത് 59 കിട്ടും. 59ഉം 30 എടുത്തു കഴിഞ്ഞാൽ 89 കിട്ടും. 89 പ്ലസ് 8 അപ്പോൾ അത് 97 കിട്ടും. സോ ലാംഡ ഈക്വൽ ടു മൈനസ് 1 കിട്ടി. ലാംഡ ഈക്വൽ ടു മൈനസ് 1 കിട്ടി. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ മൈനസ് 7i ക്യാപ്പ് പ്ലസ് 13j ക്യാപ്പ് മൈനസ് 19k ക്യാപ്പ് എന്ന് കിട്ടി. ലാംഡയുടെ വാല്യൂ -1 കൊടുത്തു. മോഡ് ഓഫ് സി ക്രോസ് കെ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സി ക്രോസ് കെ, ഇതിനെ കെ കൊണ്ട് ക്രോസ് ചെയ്യുക. അപ്പോൾ ഈ കെ ക്രോസ് കെ മാത്രം 0 ആയി പോവും. ബാക്കി ഇതിനകത്ത് വരുന്ന ടൈമുകൾ എടുക്കാമല്ലോ. നമുക്കതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ ആവശ്യമുള്ളൂ, സ്ക്വയറോടെ എടുക്കണം. അപ്പോൾ 49 പ്ലസ് 1 69 വരും.
ദി സ്ക്വയർ പ്ലസ് ദി സ്ക്വയർ ചെയ്താൽ പോരെ, ഐ ക്രോസ് കെ. അതിപ്പോൾ പ്ലസോ മൈനസോ നോക്കേണ്ട ആവശ്യമില്ല, മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയറാണ് എടുക്കുന്നത്. സി എ കെ കൊണ്ട് ക്രോസ് ചെയ്യുമ്പോൾ ഇത് 0 ആയിപ്പോയി കെ ക്രോസ് കെ. അപ്പോൾ ഈ രണ്ട് ടേമിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. അതിൻ്റെ സ്ക്വയർ എടുക്കുക. 169, 9 + 9 8 കിട്ടും. അപ്പോൾ 8 വരുന്നത് 218 ആയിരിക്കും ആൻസർ വരുന്നത്. തേർഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. അതൊക്കെ ഒരു ഈസി കാറ്റഗറി ക്വസ്റ്റൻ ആയിട്ട് തന്നെ കാണാം. മീഡിയത്തിലേക്കൊന്നും പെടുത്തേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസ് മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, ലെറ്റ് ദ ആംഗിൾ മെയ്ഡ് വിത്ത് ദ പോസിറ്റീവ് എക്സ് ആക്സിസ് ബൈ 2 straight lines drawn from the point P23 meeting the line x plus y equal to 6 at the distance √2/3 from the point P θ1 and θ2, then the value of θ1 plus θ2. ഇത് നിങ്ങൾക്ക് കണ്ടത്ര പരിചയമുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല, എങ്കിലും ടഫ് എന്നുള്ള ലെവലിലേക്കൊന്നും പെടുത്തേണ്ട കാര്യമില്ല. നോക്കൂ, അവർ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കൊന്ന് ഫിഗറിലേക്ക് ആക്കി കഴിഞ്ഞാൽ, അവർ പറയുന്നത് P23 എന്ന് പറയുന്ന ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ x + y = 6 എന്ന് പറയുന്ന ലൈനും ഉണ്ട്. ഇത് രണ്ട് ഫിക്സ്ഡ് ആണ്. 2 3 എന്ന് പറയുന്നതിനകത്ത് വരും കേട്ടോ, കാരണം 2 3 ഇവിടെ കൊടുത്താൽ 2 + 3 5 - 6 -1 ആണ്, നെഗറ്റീവ് ആണ്. സോ ഇൻസൈഡ് ദ ലൈൻ. അപ്പോൾ ഇവിടെയായിട്ട് ഞാനൊരു P23 ഇവിടെയായിട്ട് മാർക്ക് ചെയ്തു എന്നിരിക്കട്ടെ. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ P23 എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. ആ ലൈനിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ആ ലൈനിൻ്റെ പ്രത്യേകത നോക്കൂ, ഈ ലൈൻ നമ്മുടെ ഈ വൈറ്റ് ലൈനുമായിട്ട് ഫോം ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിമാണ്. ഈ ഡിസ്റ്റൻസ് സെയിമാണ്. ഈ ആംഗിളാണ് ഒന്ന് അവർ θ1 അടുത്ത ആംഗിൾ θ2 എന്നും വിളിക്കുന്നു. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പാരാമെട്രിക് ഫോം, സിമ്മട്രിക് ഫോം എന്ന് പറഞ്ഞ് സ്ട്രെയിറ്റ് ലൈനിൽ പഠിക്കുന്നുണ്ട്. പണ്ട് NCERT-യിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ NCERT-ൽ അവർ പറയുന്നില്ലെങ്കിൽ പോലും JE ലെവലിൽ നിങ്ങൾ ആ ഫോമുല പഠിക്കുന്നുണ്ട്. x - x1 cos θ = y - y1 sin θ = ± r. ഈ x1 y1 എന്ന് പറയുന്നത് തരുന്ന ഫിക്സഡ് പോയിന്റ് ആണ്. സൈൻ തീറ്റയും കോസ് തീറ്റയും എക്സ് ആക്സിസുമായി ഫോം ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. r എന്ന് പറയുന്നത് ഈ പോയിന്റിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണോ, r ഡിസ്റ്റൻസിലാണ് പോയിന്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ 2 3യിൽ നിന്ന് r ഡിസ്റ്റൻസ്, ഇവിടെ r എന്ന് പറയുന്നത് √2/3 ആണ്. x1 y1 എന്ന് പറയുന്നത് 2,3 ആണ്. ഇതിൽ നിന്ന് √2/3 അകലെ, അത് റൈറ്റിലേക്കാവാം ലെഫ്റ്റിലേക്കാവാം. അതുകൊണ്ടാണ് ഈ ± എടുക്കുന്നത്. നമുക്കിവിടെ പ്ലസ് കേസ് എടുത്താലും മതി, കാരണം ഇത് എബവ് ദ ലൈനാണ് വരുന്നത്, പോസിറ്റീവ് ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത്. അപ്പം ഇതിനകത്ത് നിന്ന് എക്സ് എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ x - 2 cos θ = √2/3 y - 3 sin θ = √2/3 കിട്ടും. അപ്പം ഇതിനകത്തുനിന്ന് എക്സ് എന്ന് പറയുന്നത് √2/3 cos θ + 2 എന്നും, y എന്ന് പറയുന്നത് √2/3 sin θ + 3 എന്നും എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഈ എക്സും വൈയും ഈ ലൈനിലെ പോയിന്റാണ്. കാരണം 2 3 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് √2/3 ഡിസ്റ്റൻസ് അകലെ വരുന്ന ലൈനാണിത്. അപ്പോൾ ഈ പോയിന്റാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സിനും വൈക്കും ഈ പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? x + y = 6 എന്ന് പറയുന്ന ലൈനിൽ ഇത് കൊടുത്താൽ √2/3 cos θ + 2 √2/3 sin θ + 3 = 6 എന്ന് കിട്ടും. ഈ 2 + 3 5, അതവിടെ ചെല്ലുമ്പോൾ 1 ആവും. ഇനി √2/√3 cos θ + √2/√3 sin θ = 1 എന്ന് കിട്ടി. ഇനി ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ
1/√2 cos തീറ്റ പ്ലസ് 1/√2 സൈൻ തീറ്റ ഈക്വൽ ടു √3/2 എന്ന് വരും. ഞാൻ 2-3 കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെയാണെന്ന് പറയാം. √3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, √2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ √2 ആണ് വരേണ്ടത്. എന്നിട്ട് ലെഫ്റ്റിലും റൈറ്റിലും √2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ റൈറ്റിൽ √2 ഇൻറ്റു √2 വരുമ്പോൾ 2 വരും. എന്തിനാണ് ഇത് ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് ലെഫ്റ്റ് സൈഡ് സൈൻ π/4 പ്ലസ് തീറ്റ എന്നുള്ള ഫോമിലായി, സൈൻ x പ്ലസ് വൈ. റൈറ്റ് സൈഡും വേണമെങ്കിൽ സൈൻ 60 എന്നുള്ള രീതിയിൽ എഴുതാം, സൈൻ 60 π/3. ഇനി ഇതിനകത്തുനിന്ന് ട്രിഗണോമെട്രിക് ഇക്വേഷൻ വെച്ചിട്ട് തീറ്റയ്ക്ക് 2 വാല്യൂ കണ്ടുപിടിക്കാം. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ട്രിഗണോമെട്രിക് ഇക്വേഷൻ്റെ ഐഡിയ ഒക്കെ മറന്നുപോയി എങ്കിൽ ഈക്വൽ ടു √3/2 എടുത്താൽ π/4 എന്ന് പറഞ്ഞാൽ 45 എന്ന് എഴുതും കേട്ടോ. 45 പ്ലസ് തീറ്റ ഈക്വൽ ടു 60 എന്നും എഴുതാം, 120 എന്നും എഴുതാം. 180 - 60, കാരണം ഇത് എക്സാക്സുമായി ഫോം ചെയ്യുന്ന ആംഗിളാണ്. അത് 0-ക്കും 180-ക്കും ഇടയിലാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് തീറ്റയ്ക്ക് കിട്ടുന്ന ഒരു വാല്യൂ എന്ന് വെച്ചാൽ 15 കിട്ടും 45 റൈറ്റിലേക്ക് പോകുമ്പോൾ. മറ്റൊരു വാല്യൂ എന്ന് വെച്ചാൽ 40 കുറച്ച് കഴിയുമ്പോൾ എത്ര കിട്ടും? 40 കുറച്ച് കഴിയുമ്പോൾ 80 കിട്ടും. 45 കുറച്ച് കഴിയുമ്പോൾ 75 കിട്ടും. തീറ്റയ്ക്ക് 2 വാല്യൂ കിട്ടും. ഇതാണ് തീറ്റയുടെ വാല്യൂ. θ1 പ്ലസ് θ2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടോടെ അങ്ങ് ആഡ് ചെയ്താൽ മതി. 75 പ്ലസ് 15 90 കിട്ടും. π/2 4th ഓപ്ഷൻ കിട്ടും. ഓക്കെ, ഇതൊരു മെത്തേഡ്. വേറെ മെത്തേഡുകളും ഉണ്ടാകാം. സിമെട്രിക് ഫോം അഥവാ പാരാമെട്രിക് ഫോം അപ്ലൈ ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇമേജ് ഓഫ് ദ പരാബോള വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ. അതായത് ഈ പരാബോളയുടെ ഇമേജ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, പരാബോളയുടെ ഇമേജ് എന്ന് പറയുമ്പോൾ ഈ പരാബോളയിൽ ഒരു ആർബിട്രറി പോയിന്റ് എടുക്കുക. എങ്ങനെയായിരിക്കും ആർബിട്രറി പോയിന്റ്? x² = 4ay. ഇതിൻ്റെ ആർബിട്രറി പോയിന്റ് 280, at² അല്ലേ? അപ്പോൾ a² t² 280, at². അപ്പം നമ്മുടെ പരാബോളയുടെ എന്ത് കിട്ടും? നമ്മുടെ പരാബോളയുടെ ആർബിട്രറി പോയിന്റ് എന്ന് പറയുന്നത് കേസ് 1 2t, t² വരും. വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് ഇമേജ് കണ്ടുപിടിക്കാം. ഇറ്റ്സ് ആൻ ആർബിട്രറി പോയിന്റ്. അപ്പോൾ പരാബോളയിൽ ഏത് പോയിന്റ് വേണമെങ്കിലും വരാം. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് കാണുവാണ് നമ്മൾ. വിത്ത് റെസ്പെക്ട് ടു ദിസ് ലൈൻ ഇമേജ് നമുക്ക് HK എന്ന് എടുക്കാം. ഇമേജ് h, എന്നോ അല്ലെങ്കിൽ x, y എന്ന് എടുത്തോ, കുഴപ്പമൊന്നുമില്ല. x, y. അപ്പോൾ x ഉം y ഉം ഡയറക്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ x - 2t/1 x - x1/a = y - y - 1 -2 ഇൻറ്റു ഈ പോയിന്റ് കൊടുക്കുന്നു 2t - t² - 1 അല്ലേ? ലൈനിൽ കൊടുക്കുന്നു ax1 + by1 + c/a² + b², 1² + -1². ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 കട്ടായി പോവും. പിന്നെ ഇത് ബ്രാക്കറ്റിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ t² - 2t + 1 കിട്ടും. ഇത് എക്സിൻ്റെ ടേമുകൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കൂ. എക്സിൻ്റെ ടേമുകൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x = ഈ -2tയും അവിടുത്തെ -2tയും കട്ട് ചെയ്ത് പോയിട്ട് t² + 1 കിട്ടും. വൈയുടെ ടൈം ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ y - t² ഈ മൈനസ് റൈറ്റിലേക്ക് ചെല്ലുമ്പോൾ -t² + 2t - 1 വരും. t² കട്ട് ചെയ്ത് കഴിഞ്ഞാൽ y = 2t - 1 വരും. ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും t എലിമിനേറ്റ് ചെയ്യാം. t എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് y + 1/2 = t കിട്ടും. ആ t എടുത്ത് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? x = t², അതായത് y + 1/2 the whole square + 1. ടിക്ക് പകരം y + 1 അല്ല, ടിക്ക് പകരം y + 1/2 the whole square എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ y² + 2y + 1
+4/4 വരും അല്ലേ. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 4 വരും, അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4x അല്ല കേട്ടോ, ഇത് ഈ ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കത് എക്സ്പാൻഡ് ചെയ്ത് വെറുതെ സമയം കളയണ്ട. വിച്ച് ഈസ് ഈക്വൽ ടു y + 1² ബൈ 4 + 1 എന്ന് വരും. അത് ഇപ്പുറത്തേക്ക് വന്നാൽ x - 1 × 4 = y + 1² എന്ന് വരും. അപ്പോൾ നമ്മുടെ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യാൻ എളുപ്പമുണ്ട്. a 1 വരും, b 4 വരും, c 1 വരും. ഓക്കെ, അപ്പോൾ a + b + c എന്ന് പറയുന്നത് 6, സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. a + b + c 6 അഥവാ സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. ഓക്കെ, ഈസി കാറ്റഗറി തന്നെ പെടുത്താവുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇമേജ് കണ്ടുപിടിക്കുന്നത്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ 25 ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ. ഇത് മെട്രിക്സിലൊരു ക്വസ്റ്റ്യൻ ആണ്, ഈസി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ചെയ്തെടുക്കാനുണ്ടാവും. മെട്രിക്സ് കംപ്ലീറ്റ് എഴുതണമല്ലോ. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഇതാണ്. നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാം. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് ഓഫ് പി ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് p raised to n - 1² ആണ്. പിയുടെ ഓർഡർ 3 ആണ്. അപ്പോൾ 3 - 1 ദാറ്റ് ഈസ് 2², വിച്ച് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് p raised to 4 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പി എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. പി ഡിറ്റർമിനന്റ് ഓഫ് പി. ഇനി നമുക്ക് പി കണ്ടുപിടിക്കാം. പി കണ്ടുപിടിക്കണമെങ്കിൽ പി ഇതാണ്, ക്യൂ ഇതാണ്. കണ്ടോ, ഡിറ്റർമിനന്റ് ഓഫ് ക്യൂ തന്നിട്ടുണ്ട് അവർ, ഡിറ്റർമിനന്റ് ഓഫ് ക്യൂ. അപ്പോൾ നമുക്ക് ക്യൂ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതണം. ക്യൂ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതാം. സി ക്യൂ എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് മെട്രിക്സ് Q11. Q11 എന്ന് പറഞ്ഞാൽ ഐക്കും ജെയ്ക്കും 1 എന്ന് കൊടുക്കുന്നു. ഐക്കും ജെയ്ക്കും 1 എന്ന് കൊടുത്താൽ 2 കിട്ടും. 2p11. അടുത്തത് 1 2. അപ്പോൾ 3 - 1 അപ്പോൾ 2² p12. അടുത്തത് 1 3. 2³ p13. അടുത്തത് ഇവിടെ 2 1. അപ്പോൾ 2² 2 1. 2³ 2 2. 2 raised to 4 2 3. 2 raised to 3 3 1. 2 raised to 4 3 2. 2 raised to 5 3 3. ഇനി നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. ഔട്ട്സൈഡ് എങ്ങനെ എടുക്കാം? ഫസ്റ്റ് റോയിൽ നിന്ന് ഇതിൽ ഡിറ്റർമിനൻ്റ് അല്ലേ ആവശ്യം നമുക്ക്. അപ്പോൾ ഡിറ്റർമിനൻ്റ് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഡിറ്റർമിനൻ്റ് 2 raised to 2 2 raised to 3. ഡിറ്റർമിനൻ്റ് ഇപ്പോൾ ഡിറ്റർമിനൻ്റ് ക്യൂ എന്ന് പറയുമ്പോൾ മെട്രിക്സ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല, എല്ലാ റോയിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഫസ്റ്റ് റോയിൽ നിന്ന് 2 എടുത്തു. ഫസ്റ്റ് റോയിൽ നിന്ന് 2 എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത്, ഫസ്റ്റ് റോയിൽ നിന്ന് 2 എടുത്താൽ ബാക്കി വരുന്നത് p11 വരും, 2p12 വരും, 2² p13 വരും. സെക്കൻഡ് റോയിൽ നിന്ന് 2² എടുത്തു. തേർഡ് റോയിൽ നിന്ന് 2³ എടുത്തു. അപ്പോൾ p21 വരും. ഇതോ 2² അല്ല എടുക്കുന്നത്, 2p22 വരും. 2² എടുത്തു കഴിഞ്ഞാൽ 2² p23 വരും. ഇവിടെ നിന്ന് 2³ അല്ലേ എടുക്കണേ, അപ്പോൾ p31 വരും, 2p32 വരും, 2² p33 വരും. ഓക്കെ, ഇനി നമ്മൾ അടുത്തതോടെ ഞാൻ ചെയ്യുവാണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ക്യൂ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് കോളത്തിൽ നിന്ന് 2 എടുക്കാം, ഈ കോളത്തിൽ നിന്ന് 2² എടുക്കാം. അപ്പോൾ എത്ര എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എത്ര വന്നു?
ഇത് 2 റൈസ് ടു 3 2 5 1 6 ഇൻറ്റു ഇവിടെ നിന്നൊരു 2 എടുത്തു, ഇവിടെ നിന്നൊരു 2 സ്ക്വയർ എടുത്തു. ബാക്കി വരുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് പി ആയിരിക്കും. P11 P12 എക്സെട്ര അത് ഡിറ്റർമിനൻ്റ് ഓഫ് പി ആയിരിക്കും. ഡിറ്റർമിനൻ്റ് ഓഫ് പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് ഇവിടേക്ക് വരാം. ഇവിടെ എന്താണ് അവർ പറയുന്നത് നോക്കൂ. ഇവിടെ അവർ പറയുന്നത് ഡിറ്റർമിനൻ്റ് ക്യൂ എന്ന് പറഞ്ഞാൽ 2 റൈസ് ടു 10 വിച്ച് ഈസ് ഈക്വൽ ടു ഇത് എത്ര കിട്ടും? ഇത് 1 വരില്ലേ? അപ്പോൾ 2 റൈസ് ടു 9 ഇൻറ്റു ഡിറ്റർമിനൻ്റ് പി വരും. ദാറ്റ് ഇംപ്ലൈസ് ഡിറ്റർമിനൻ്റ് പി എന്ന് പറഞ്ഞാൽ 2 കിട്ടും. ഡിറ്റർമിനൻ്റ് പി ഇവിടെ കൊടുത്താൽ 2 റൈസ് ടു 4 വരും. തേർഡ് ഓപ്ഷൻ വരും 16 വരും. വലിയ സമയം എടുക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഈസി കാറ്റഗറി പഠിപ്പിക്കോ. ചിലപ്പോൾ ഞാനിത് എഴുതി വരുമ്പോഴൊക്കെ പണി കിട്ടുമെന്ന് വിചാരിച്ചു. അങ്ങനെയൊന്നുമില്ല. ഈസി കാറ്റഗറി. ഇപ്പം 24th ഷിഫ്റ്റ് 2 ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസിലൊന്നും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും കണ്ടില്ല. 1-2 ചെറിയ പ്രശ്നങ്ങൾ ഈസി കാറ്റഗറി പെടുത്തി നമ്മൾ. ഇത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇത് എഫ് ഓഫ് 5 മൈനസ് എഫ് ഓഫ് 2 സാധാരണ പോലെ തന്നെ ചെയ്താൽ മതിയല്ലോ. എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക അല്ലേ? എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ഡ്യൂട്ടി ഉള്ളൂ. എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. ഓക്കെ, എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ 2 ഇക്വേഷൻ കിട്ടും. ഫംഗ്ഷനിൽ സ്ഥിരം ചെയ്യുന്നതാണ്. ഒരു എം അഡീഷണൽ വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല. എം ഇവാലുവേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അവർ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എം കണ്ടുപിടിച്ചേക്കാം. എം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 9 സ്ക്വയർ ആണ്. സ്ക്വയർ ഓഫ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 9 നാച്ചുറൽ നമ്പേഴ്സ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു ആട്ടോ പ്ലസ് അല്ല 2n plus 1 by 6 which is equal to n into n plus 1 into 2n plus 1 by 6. കുഴപ്പമില്ല, തെറ്റില്ലല്ലോ. 6 ഇത് കട്ട് ചെയ്ത് പോയിട്ട് 5 3 വരും. ഇത് രണ്ടും കട്ട് ചെയ്ത് പോയിട്ട് 7 വരും അല്ലേ? ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് n ഇൻറ്റു യെസ്. അപ്പോൾ ഇത് എം ഇസ് ഈക്വൽ ടു കിട്ടുന്നത് 35 ഇൻറ്റു 9. എം ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു 35 എന്നാണ് കിട്ടുന്നത് എം. പിന്നെ 9ഉം 3യും കട്ട് ചെയ്ത് കളയാറുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, 9 ഇൻറ്റു 35 കിട്ടും എം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3 എഫ് ഓഫ് എക്സ് പ്ലസ് 2 ഇൻറ്റു എഫ് ഓഫ് 9 ഇൻറ്റു 35 9 ഇൻറ്റു 35 ബൈ 19x. ഇതൊരു വല്ലാത്ത എക്സ് ആയി പോയല്ലോ അല്ലേ? ഐ ഇസ് ഈക്വൽ ടു 1 to 9 ആണോ 19 ആണോ? ക്വസ്റ്റ്യനിൽ കറക്ഷൻ ഉണ്ടോ? 1 to 9 ആണോ 1 to 19 ആണോ? ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. 19 ആയിരുന്നെങ്കിൽ കട്ട് ചെയ്ത് പോയേ. അല്ല, 9 തന്നെയാണ്. 9 തന്നെയാണ്. എനിക്ക് ഇവിടെ എഴുതിയപ്പോൾ ചെറിയൊരു കറക്ഷൻ വന്നില്ലേ? ഇത് ഇവിടെ എഴുതിയപ്പോൾ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 എന്ന് പറയുമ്പോൾ 19 വരും. ആ 19ൻ്റെ പ്രശ്നം വന്നപ്പോഴാണ് ഇത് കട്ട് ചെയ്ത് പോയി 3 വരും, 5 വരും, കട്ടായിപ്പോയി. അപ്പോൾ 15 ഇൻറ്റു 19 വരും. അപ്പോൾ m ബൈ 19 എന്ന് പറഞ്ഞാൽ 15 കിട്ടും. ശരി, m ബൈ 19 അവിടെ കറക്ഷൻ വന്നു. അപ്പോൾ m ബൈ 19 15 കിട്ടും. അപ്പോൾ ഇത് 15 ബൈ എക്സ് വരും. ഈക്വൽ ടു 5x. ഇക്വേഷൻ 1. അടുത്ത ഇക്വേഷൻ 2 എന്ന് പറയുമ്പോൾ എക്സിന് പകരം എന്ത് റീപ്ലേസ് ചെയ്താൽ മതി? 15 ബൈ എക്സ് കൊടുക്കും. അപ്പോൾ എന്ത് കിട്ടും? 3 ഇൻറ്റു 15 ബൈ എക്സ് പ്ലസ് 2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 75 ബൈ എക്സ്. ഇക്വേഷൻ 2 അല്ലേ? എക്സിൻ്റെ പ്ലേസിൽ 15 ബൈ എക്സ് കൊടുത്തു. സ്ഥിരമായി ചെയ്യുന്ന ടൈപ്പ്. ഇനി എന്ത് ചെയ്യും?
ഇനി നമുക്ക് ഫസ്റ്റ് ഇക്വേഷനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ടും സെക്കൻഡ് ഇക്വേഷനെ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് രണ്ട് സെയിം ആയിക്കോളും. ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9f(x) പ്ലസ് 6f(15)(x) = 15x. ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4f(x) പ്ലസ് 6f(15)(x) = 150/x. തെറ്റിയിട്ടില്ലല്ലോ. 75നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സബ്ട്രാക്ട് ചെയ്താൽ 5f(x) = ഇത് 15 വേണമെങ്കിൽ ഔട്ട് സൈഡ് എടുത്താൽ x മൈനസ് 10/x കിട്ടും. 5ഉം 15ഉം കട്ട് ചെയ്ത് പോയിട്ട് 3 കിട്ടും. ഇതാണ് f(x). നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് f(5). f(5) എന്ന് പറഞ്ഞാൽ 3 × 5 - 2 വരും. എക്സിന് 5 കൊടുക്കുന്നു, ദാറ്റ് ഈസ് 9 വരും. പിന്നെ f(2), 3 × എക്സിന് 2 കൊടുക്കുന്നു, 2 - 5 വരും. അപ്പോൾ -9 വരും. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 9 - -9, സോ ആൻസർ 18. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. ഫസ്റ്റ് ഓപ്ഷൻ ഈസി കാറ്റഗറി പെടുത്താവുന്ന ക്വസ്റ്റ്യൻ തന്നെ. ആദ്യം ചെയ്ത 1-2 കുറച്ച് ലെങ്തി ആയിരുന്നു തോന്നുന്നു അല്ലേ. അടുത്തത് വീണ്ടും വെക്ടറുള്ള ക്വസ്റ്റ്യൻ, 2 വെക്ടറുള്ള ക്വസ്റ്റ്യൻ ആയി അല്ലേ. A = തന്നിട്ടുണ്ട്, B = C = തന്നിട്ടുണ്ട്. V be the vector in the plane of vector A and B. അതായത് എയും ബിയും വരുന്ന അതേ പ്ലെയിനിൽ തന്നെയാണ് ആരും വരുന്നത്, എ ബി വി എല്ലാവരും ഒരു പ്ലെയിനിലാണ് വരുന്നത്. അപ്പോൾ 3 vectors lying on a plane, then one can be written as linear combination of other 2. അപ്പോൾ നമുക്ക് വെക്ടർ വി എന്ന് പറയുന്നത് ലാംഡ ഇൻറ്റു വെക്ടർ എ പ്ലസ് മ്യൂ ഇൻറ്റു വെക്ടർ ബി എന്ന് എഴുതി. രണ്ടും ഒരേ പ്ലെയിനിൽ, വേർ ലാംഡ ആൻഡ് മ്യൂ ആർ സ്കെയിലാർ, അല്ലെങ്കിൽ എക്സ് വൈ എന്ന് വിളിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ലീനിയർ കോമ്പിനേഷൻ ഓഫ് 2 വെക്ടേഴ്സ്. ഇനി അവർ തന്നിരിക്കുന്നത് ലെങ്ത് ഓഫ് ഇറ്റ്സ് പ്രൊജക്ഷൻ, അതായത് P.C/mod C. ഇതിൻ്റെ ലെങ്ത്താണ് പറഞ്ഞേക്കണത് കേട്ടോ, 1/√14. അപ്പോൾ അതിൻ്റെ മോഡുലസ് എടുത്തു. V.C നമുക്ക് നോക്കാം. ലാംഡ എ പ്ലസ് മ്യൂ ബി, അപ്പോൾ 2 ലാംഡ പ്ലസ് മ്യൂ ബി, മ്യൂ ഇൻറ്റു ഡോട്ട് സി എന്ന് പറയുമ്പോൾ സിയുടെ കോഎഫിഷ്യന്റ് 2 പ്ലസ് മൈനസ് ലാംഡ പ്ലസ് 3 മ്യൂ ഇൻറ്റു സിയുടെ കോഎഫിഷ്യന്റ് 1 പ്ലസ് മൈനസ് ലാംഡ മൈനസ് മ്യൂ, മൈനസ് ലാംഡ മൈനസ് മ്യൂ ഇൻറ്റു സിയുടെ കോഎഫിഷ്യന്റ് 3, കെയുടെ കോഎഫിഷ്യന്റ് 3 ബൈ റൂട്ട് ഓഫ് 4 + 1 + 9 which is equal to 1/√14. Take its modulus. അപ്പോൾ √14 കട്ടായി പോവും. ഇനി ലാംഡയുടെ ടേമുകൾ എടുത്താൽ ഇത് 4 ലാംഡ കിട്ടും, ഇത് മൈനസ് ലാംഡ കിട്ടും, ഇത് -3 ലാംഡ കിട്ടും. അപ്പോൾ 4 ലാംഡയുടെ ടൈം കട്ടായി പോവും, 4 ലാംഡ മൈനസ്. പിന്നെ മ്യൂവിൻ്റെ ടൈം എടുത്താൽ 2 മ്യൂ പ്ലസ് 3 മ്യൂ മൈനസ് 3 മ്യൂ. അപ്പോൾ 2 മ്യൂ മോഡുലസ് ഓഫ് 2 മ്യൂ ഇസ് ഈക്വൽ ടു 1 എന്നും മ്യൂ ഈക്വൽ ടു +or-1/2 എന്നും കിട്ടും. ഒരു ചെറിയ പ്രശ്നം ഈ ക്വസ്റ്റ്യനിൽ നേരിടുന്നുണ്ട്. നമ്മൾ മ്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ വേറെ ഇൻഫർമേഷനൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഇവർ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മോഡ് വി ഈ തന്നിരിക്കുന്ന ഏത് ഓപ്ഷൻ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് ലാംഡയ്ക്ക് ഒരു വാല്യൂ കിട്ടും. മോഡ് വി എന്നതിന് പകരം ഇപ്പോൾ നമുക്ക് മ്യൂ എന്താണെന്ന് കിട്ടിയല്ലോ, മ്യൂവിന് +or-1/2 എന്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വി എന്ന് പറയുന്നത് കിട്ടുന്നത്
2 ലാംഡ പ്ലസ് ഓർ മൈനസ് 1/2 ഐ ക്യാപ്. ഏത് കേസ് എടുത്താലും പ്ലസ് മൈനസ് ലാംഡ പ്ലസ് ഓർ മൈനസ് 3/2 ജെ ക്യാപ് പ്ലസ് മൈനസ് ലാംഡ പ്ലസ് ഓർ മൈനസ് അല്ലെങ്കിൽ മൈനസ് ഓർ പ്ലസ് മൈനസ് ഓർ പ്ലസ് മൈനസ് ലാംഡ മൈനസ് ഓർ പ്ലസ് 1/2 കെ ക്യാപ്. അപ്പോൾ രണ്ട് കേസായിട്ട് എടുത്ത് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇതിനകത്തുനിന്ന് മോഡ് വി നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഓരോ ഓപ്ഷൻ ഇക്വേറ്റ് ചെയ്തൊന്നിരിക്കട്ടെ. അപ്പോൾ ലാംഡയ്ക്ക് ഓരോ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും. അല്ലെങ്കിൽ ഇതിനകത്ത് 4 ഓപ്ഷൻ മാർക്ക് ചെയ്യാം. 4 ഓപ്ഷൻ കറക്റ്റാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ ഒരു അഡീഷണൽ കണ്ടീഷനോടെ തരണമായിരുന്നു. ഇപ്പോൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഈ വി ഡോട്ട് ജെ ഇസ് ഈക്വൽ ടു ഒരു നമ്പറോടെ തരും, അല്ലെങ്കിൽ വി ഡോട്ട് കെ ഇസ് ഈക്വൽ ടു. അപ്പോൾ ഇപ്പം നമുക്ക് വി കിട്ടിയില്ലേ, ഇത് ഡോട്ട് ചെയ്യുമ്പോൾ ഒരു നമ്പറോടെ തരും. ആ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു നമുക്ക് ലാംഡയും കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, കറക്റ്റ് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷൻ കറക്റ്റാന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇതും ഒരു ടഫ് ആണോ എന്ന് ചോദിച്ചാലല്ല, ഒരു പാറ്റേണിൽ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇതിനകത്ത് ടേമുകളുണ്ട്, ഓരോ ബ്രാക്കറ്റും ഓരോ കറക്റ്റ് പാറ്റേണിലാണ് വരുന്നത്. എ പ്ലസ് ബി, അടുത്ത ടൈം എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ, അടുത്ത ടൈം എ ക്യൂബ് പ്ലസ് എ സ്ക്വയർ ബി പ്ലസ് എ ബി സ്ക്വയർ പ്ലസ് ബി ക്യൂബ് പ്ലസ് എക്സെട്ര, ഇങ്ങനെ പോകുന്നു അപ് ടു ഇൻഫിനിറ്റ് ടൈംസ്. ഞാനൊരു കാര്യം ചെയ്യുന്നു, എന്താണെന്നറിയോ, ഞാനൊരു എ മൈനസ് ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഒരു എ മൈനസ് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എല്ലാത്തിനെയും. അപ്പോൾ എന്ത് സംഭവിക്കും, എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യൂട്ടോ എ മൈനസ് ബി കൊണ്ട്. അപ്പോൾ 1/a മൈനസ് ബി ഇൻറ്റു ഇൻസൈഡ് ദ ബ്രാക്കറ്റ് ഫസ്റ്റ് ടൈം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, സെക്കൻഡ് ടൈം എ ക്യൂബ് മൈനസ് ബി ക്യൂബ്, റിസൾട്ടാ. തേർഡ് ടൈം എ റൈസ് ടു 4 മൈനസ് ബി റൈസ് ടു 4 പ്ലസ് എക്സെട്ര എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഫൈനലി എക്ക് പകരം 1/3, ബിക്ക് പകരം 4/7 കൊടുത്താൽ മതി. അപ്പോൾ 1/a മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ക്യൂബ് പ്ലസ് എക്സെട്ര എ റൈസ് ടു 4 എടുത്താൽ സൻ ഇൻഫിനിറ്റ് ജി പി എ സ്ക്വയർ ബൈ 1 മൈനസ് എ മൈനസ് ബി സ്ക്വയർ ബൈ 1 മൈനസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു 1/a മൈനസ് ബി ഇൻറ്റു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ വാല്യൂ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബി, ഇതങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ബി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ബൈ 1 മൈനസ് എ ഇൻറ്റു 1 മൈനസ് ബി. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 1/a മൈനസ് ബി ഇൻറ്റു, ഇതിൻ്റെ ന്യൂമറേറ്ററേ ഈ രണ്ട് ടേമിനെ നമുക്ക് ഈ രണ്ട് ടേം എടുത്തിട്ട് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതി, ഈ രണ്ട് ടേം എടുത്തിട്ട് അതിനകത്ത് നിന്ന് മൈനസ് എ ബി ഔട്ട്സൈഡ് എടുത്താൽ എ മൈനസ് ബി കിട്ടും. ഈ രണ്ട് ടേമിൽ നിന്ന് എ മൈനസ് ബി കിട്ടും. ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് എ ഇൻറ്റു 1 മൈനസ് ബി. അപ്പോൾ ഈ എ മൈനസ് ബി കോമൺ ആയിട്ട് എടുത്താൽ എ മൈനസ് ബി കട്ട് ചെയ്ത് പോയി. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്തേക്കാം അല്ലേ, എ പ്ലസ് ബി. എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ ഇത് രണ്ടോട് ആഡ് ചെയ്യും. 1/3 പ്ലസ് 4/7 മൈനസ് 1/3 ഇൻറ്റു 4/7 ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് എ, ദാറ്റ് ഈസ് 2/3 ഇൻറ്റു 1 മൈനസ് ബി, ദാറ്റ് ഈസ് 3/7. 3 കട്ട്, താഴെ 2/7 വരും. ന്യൂമറേറ്റർ 21 LCM ആയിട്ട് എടുത്താൽ പറയൂ 7 പ്ലസ് 12 19 അല്ലേ, 7 പ്ലസ് 12 19 മൈനസ് 4 വിച്ച് ഈസ് ഈക്വൽ ടു
19 minus 4, 15/21 into 7/2 അല്ലേ? 21 15 കട്ട് ചെയ്ത് പോയിട്ട് ഇവിടെ 5 വരും, ഇവിടെ 7 വരും. 3 കൊണ്ട് കട്ട് ചെയ്താൽ 7 കട്ട് ചെയ്ത് പോയി. ആൻസർ ഈസ് 5/2. ഈ പാറ്റേണിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യണമെന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. സീക്വൻസ് ആൻഡ് സീരീസ് മോഡൽ പലപ്പോഴും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പലതും വന്നു വേറെ പല സെഷനിലും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻ്റഗ്രൽ വാല്യൂ ഓഫ് എ ഫോർ വിച്ച് ഓൾ ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻസ് ആർ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഈസ് ഈക്വൽ ടു. വേണമെങ്കിൽ നമുക്ക് ഈ എക്സ് സ്ക്വയറിന് പകരം ഒരു ടി എന്ന് കൊടുത്താൽ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ടി സ്ക്വയർ മൈനസ് എ ടി പ്ലസ് 9 കിട്ടും. ഇതിൻ്റെ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻ്റഗ്രൽ വാല്യൂ ഓഫ് എ ആണ് ചോദിച്ചിരിക്കുന്നത്. റൂട്ട്സ് റിയലും ഡിസ്റ്റിങ്ക്റ്റും ആയിരിക്കണം. വേണമെങ്കിൽ ഇതിനകത്ത് എഫ് ഓഫ് 0 എടുത്തു കഴിഞ്ഞാൽ 9 ആണ്. ഇപ്പോൾ ഈ ഇക്വേഷനിലായാലും എഫ് ഓഫ് 0 എടുത്താൽ 9 ആണ്. അപ്പോൾ ഇതിൻ്റെ റൂട്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ പോവുള്ളൂ. ഹയസ്റ്റ് ഡിഗ്രി ലീഡിങ് കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ഓപ്പൺ അപ്വാർഡ് ഇരിക്കും. പിന്നെ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 9 ആയതുകൊണ്ട് രണ്ട് റൂട്ടുകളും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ രണ്ട് റൂട്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നതും പോസിറ്റീവ് ആയിരിക്കും. രണ്ട് റൂട്ടുകളും പോസിറ്റീവ് ആയതുകൊണ്ട് സം ഓഫ് റൂട്ടും പോസിറ്റീവ് ആയിരിക്കും. സം ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ -a/1 ഈസ് പോസിറ്റീവ്. സോ എ ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ ഇതിന് വലിയ കാര്യമൊന്നുമില്ല, കാരണം സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻ്റഗ്രൽ വാല്യൂ ഓഫ് എ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്ക്രിമിനൻ്റ് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഡിസ്ക്രിമിനൻ്റ് എന്ന് വെച്ചാൽ പി സ്ക്വയർ മൈനസ് 4ac, എ സ്ക്വയർ മൈനസ് 4 × 9 ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ a-6 × a+6 ഗ്രേറ്റർ ദാൻ 0. ഡ്രോ നമ്പർ ലൈൻ. -6 +6 പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. സോ ഈ രണ്ട് ഇൻ്റർവെല്ലിൽ വരും -∞ to -6 യൂണിയൻ 6 to ∞. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലീസ്റ്റ് പോസിറ്റീവ് ഇൻ്റഗ്രൽ വാല്യൂ ഓഫ് എ. 6നേക്കാൾ വലുതായാൽ മതി. ഇപ്പോൾ 7. എക്ക് വരാവുന്ന ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് 7 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മീൻ വേരിയൻസ് ഒക്കെ തന്നിരിക്കുന്നു. നമ്മുടെ ഏതാണ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തു ഡിവൈഡ് ചെയ്താൽ ഒറിജിൻ ചേഞ്ച് ഓഫ് സ്കെയിൽ അതൊക്കെ സംബന്ധിച്ചൊരു റിസൾട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നോക്കാം നമുക്ക്. എക്സ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒബ്സർവേഷൻ്റെ മീൻ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. എക്സ് എന്ന് പറയുന്ന ഒബ്സർവേഷൻ എടുത്തു. എക്സ് ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത് ഞാൻ ക്യാപിറ്റൽ എക്സ് ബാർ എന്ന് എഴുതി. മീൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 90 + 1/2 ആയിരിക്കും. 10 ആയിരിക്കും. ഷോർട്ട് കട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഒബ്സർവേഷൻ 1 2 3 എക്സെട്ര 19 അല്ലേ? മീൻ ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ഈസ് n + 1/2. അതുപോലെ തന്നെ ഇതിൻ്റെ വേരിയൻസും എന്തായിരിക്കും? n² - 1/12 വിച്ച് ഈസ് 360/12 ദാറ്റ് ഈസ് 30. ഇവിടെ നിങ്ങൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിരിക്കുന്നത്? നിങ്ങൾ പഠിച്ചിരിക്കുന്ന റിസൾട്ടാണ് വേരിയൻസ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ഈസ് n² - 1/12. ഇവിടെ വേരിയൻസ് ഓഫ് ഫസ്റ്റ് 19 നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 19² - 1/12. അതും ഓക്കെ. ഇനി നമുക്ക് വൈയിലേക്ക് വരാം. ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദ എലമെന്റ്സ് ഓഫ് വൈ അവർ തന്നിട്ടുണ്ട്. ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ബി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ. ശരി. ഇനി വൈയിലേക്ക് വന്നാൽ വൈയുടെ മീൻ എന്ന് പറഞ്ഞാൽ വൈയുടെ കേസിൽ വൈയുടെ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഒബ്സർവേഷനെയും നമ്മൾ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എക്സുമായിട്ട് വ്യത്യാസം വരുന്നുണ്ടോ? എല്ലാ എക്സ് ബാറിൻ്റെ മീനില്ലേ, ഈ എക്സ് ബാർ എന്ന് പറയുന്ന മീനില്ലേ, അതിനെ എല്ലാത്തിനെയും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ബി ആഡ് ചെയ്തു. ഇതൊക്കെ വൈയെ അഫക്റ്റ് ചെയ്യും. നോക്കൂ, എക്സിൽ
വരുന്ന നമ്പർ സ്മോൾ എക്സ് ആയിരുന്നുവെങ്കിൽ വൈയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? ഈ 1 2 3 എക്സെട്ര 19 എല്ലാത്തിനെയും എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം മീനിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. എല്ലാത്തിൻ്റെയും കൂടെ ബി ആഡ് ചെയ്യണം. അപ്പം മീനിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അത്രയേ ഉള്ളൂ. അപ്പോൾ വൈ ബാർ അവർ തന്നിട്ടുണ്ട് 30, എ ഇൻറ്റു എക്സ് ബാർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് 10 പ്ലസ് ബി. ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ. ബി പ്ലസ് 10a ഈക്വൽ ടു 30. ഇനി അടുത്തത് വേരിയൻസിനെ കുറിച്ച് പറഞ്ഞാൽ വൈയുടെ വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നോ എക്സ് ബാർ അല്ലെങ്കിൽ എക്സിൻ്റെ വേരിയൻസ് അതിൻ്റെ കൂടെ എല്ലാം എ മൾട്ടിപ്ലൈ ചെയ്തില്ലേ? അപ്പോൾ വേരിയൻസ് വരുമ്പോൾ അതിൻ്റെ സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ബട്ട് എല്ലാ ഒബ്സർവേഷനും കൂടെ ബി ആഡ് ചെയ്തില്ലേ? വേരിയൻസിനെ അത് അഫക്റ്റ് ചെയ്യില്ല. അഡീഷനോ സബ്ട്രാക്ഷനോ അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇവിടെ വേരിയൻസ് അവർ 750 പറയുന്നു. എ സ്ക്വയർ നമുക്ക് വേരിയൻസ് കിട്ടിയിരിക്കുന്നത് 30 ആണ്. ഇവിടെ ഫ്രം ദിസ് വി ഗെറ്റ് എ സ്ക്വയർ ഈക്വൽ ടു 25 എന്ന് കിട്ടും. എ സ്ക്വയർ 25. അപ്പോൾ എ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5 കിട്ടും. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ 30 മൈനസ് 10a ആണ്. ദിസ് ഈസ് ബി അല്ലേ? എ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5 ആണ്. അവർ ചോദിച്ചിരിക്കുന്ന സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 മൈനസ് 50 ചെയ്താൽ മൈനസ് 20 കിട്ടുകയും മൈനസ് 5 കൊടുത്താൽ 30 പ്ലസ് 50 ചെയ്താൽ 80 കിട്ടുകയും ചെയ്യും. ഇത് രണ്ടോടെ ആഡ് ചെയ്യും. ഓൾ പോസിബിൾ വാല്യൂസ്. സോ ആൻസർ ബിക്കം 60. ഫസ്റ്റ് ഓപ്ഷൻ. സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് 60. ഇത് കമ്പാരിറ്റീവ്ലി എല്ലാ സ്ലോട്ടിൽ വെച്ച് നോക്കുമ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു ഈസി ക്വസ്റ്റ്യൻ എന്ന് പറയാം. എല്ലാ സ്ലോട്ടിലും സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു, പക്ഷെ പലതും കാൽക്കുലേഷൻ കുറച്ച് ലെങ്തി ആയിരുന്നു. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനെ ഈസി ആയിട്ട് പെടുത്തിക്കോളൂ. അടുത്ത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഓഫ് ദ എലിപ്സ് തന്നിട്ടുണ്ട്. 2b² എന്ന് പറയുന്നത് 30 എന്നും ഇതിനകത്തുനിന്ന് b² ഈക്വൽ ടു 15a എന്നും എഴുതാം. ശരി. ഇഫ് ഇറ്റ്സ് എക്സെൻട്രിസിറ്റി ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ, ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കാം നമുക്ക്. ഡിഫറൻസിയേഷൻ f' ഈക്വൽ ടു 2 മൈനസ് 2t ഈക്വൽ ടു 0 കൊടുത്തു. അപ്പോൾ t ഈക്വൽ ടു 1 കിട്ടി. f" ഓഫ് 1 എന്ന് പറഞ്ഞാൽ -2, ദാറ്റ് ഈസ് നെഗറ്റീവ്. സോ ഫംഗ്ഷൻ ഈസ് മാക്സിമം വെൻ t ഈസ് ഈക്വൽ ടു 1. ഇനി മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാം. ഇതെടുത്ത് ആ ഫംഗ്ഷനിൽ കൊടുക്കാം. -3/4 4/3 ആയില്ലേ? -3/4 പ്ലസ് 2 മൈനസ് 1 ദാറ്റ് ഈസ് 1/4. ഇതാണ് മാക്സിമം വാല്യൂ. ശരിയല്ലേ? 2 മൈനസ് 1 1 കിട്ടും. 1 മൈനസ് 3/4 ഈസ് 1/4. ഇതാണ് മാക്സിമം വാല്യൂ. ഇതാണ് എന്ത്? എക്സെൻട്രിസിറ്റി. വീണ്ടും നമുക്ക് എലിപ്സിലേക്ക് വരാം. എക്സെൻട്രിസിറ്റി ഈക്വൽ ടു 1/4. ദാറ്റ് ഇംപ്ലൈസ് എക്സെൻട്രിസിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1 മൈനസ് b²/a² ഈക്വൽ ടു 1/16. സ്ക്വയർ ചെയ്തതാട്ടോ. ദാറ്റ് ഇംപ്ലൈസ് 1 മൈനസ് b² എന്ന് പറയുന്നത് 15a/a² ഈക്വൽ ടു 1/16. b² ഈക്വൽ ടു 15. ശരി. ഇത് കട്ട് ചെയ്ത് പോയിട്ട് 1 മൈനസ് 1/16 ഈക്വൽ ടു 15/a എന്നും a ഇസ് ഈക്വൽ ടു 16 എന്നും കിട്ടും. a ആണ് 16. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? a² പ്ലസ് b² കാണണം. അപ്പോൾ a² പ്ലസ് b² എന്ന് പറഞ്ഞാൽ a 16 ആണ്, അതിൻ്റെ സ്ക്വയർ എടുത്തു, പ്ലസ് b² ഇവിടെ കിട്ടും. എക്ക് 16 കൊടുത്താൽ മതി. ഇപ്പോൾ 15 ഇൻറ്റു 16 വേണമെങ്കിൽ ഒന്ന് ഔട്ട്സൈഡ് എടുത്താൽ 16 പ്ലസ് 15 ദാറ്റ് ഈസ് 16 ഇൻറ്റു 31. 16 ഇൻറ്റു 31 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക.
ലാസ്റ്റ് 6ൽ അവസാനിക്കുന്ന 2 ഓപ്ഷൻ ഉണ്ട്. 5, 16, 31. 16 × 16 വരുമ്പോൾ തന്നെ ഇതിന് മേലെ പോകും. അപ്പോൾ എല്ലാ ഓപ്ഷനിലും 6. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഫസ്റ്റ് ഓപ്ഷനാണ് വരുന്നത് 596. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് നോക്കുക, ആൻസറിലേക്ക് എത്താം. ഈസി ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ ആണ്. y(1) തന്നിട്ടുണ്ട്, t → x, 2y(t) കണ്ടുപിടിക്കുക. ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് തന്നെ ചെയ്യാം നമുക്ക്. ടിക്ക് എക്സ് കൊടുക്കൂ. എക്സ് ഈസ് ദ വേരിയബിൾ, സോറി ടി ഈസ് ദ വേരിയബിൾ. ടിക്ക് എക്സ് കൊടുക്കുമ്പോൾ വിച്ച് ഈസ് ഇൻ 0/0 ഫോം. സോ ഐ അപ്ലൈ LH റൂൾ. LH റൂൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ലിമിറ്റ് ടി ടെൻഡിങ് ടു എക്സ്, ന്യൂമറേറ്റർ ഡിഫറൻസിയേഷൻ നടത്തുന്നു വിത്ത് റെസ്പെക്ട് ടു ടി ആട്ടോ. y × 2t മൈനസ് x² × y ഡാഷ് ബൈ -1 എന്ന് വരും. വിത്ത് റെസ്പെക്ട് ടു ടി ആണ്, ടി ഈസ് ദ വേരിയബിൾ. ദെൻ അപ്ലൈ ദ ലിമിറ്റ്. ടിക്ക് വേറെ എക്സ് കൊടുത്താൽ 2xy, സോറി ഈ മൈനസോടെ ഒന്ന് ചെയ്യും കേട്ടോ ഞാൻ. ഈ മൈനസോടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ x² y ഡാഷ് മൈനസ് 2xy = 3. dy/dx minus 2/xy = 3/x². സോ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. x² കൊണ്ട് ഡിവൈഡ് ചെയ്തു, വൈക്ക് പകരം y എന്നും y ഡാഷിന് പകരം dy/dx എന്ന് കൊടുത്തു. p എന്ന് പറയുന്നത് -2/x, q എന്ന് പറയുന്നത് 3/x². ഫൈൻഡ് ദി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ = e⁻² -2/x dx വിച്ച് ഈസ് ഈക്വൽ ടു -2 ഔട്ട്സൈഡ് എടുത്താൽ 1/xൻ്റെ ഇൻ്റഗ്രൽ log x-ഉം e⁻log x⁻² ടു ദ ബേസ് e ചെയ്താൽ രണ്ടും കട്ടായി പോയിട്ട് 1/x² is the integrating factor. Clear? Solution. y into integrating factor = അല്ലേ? y into integrating factor = integral of q into integrating factor dx. അപ്പോൾ y/x² എന്ന് പറഞ്ഞാൽ 3x⁻⁻4, ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് x⁻³ - 3 എന്ന് കിട്ടും. അപ്പോൾ y = x² ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ -1/x + cx² കിട്ടും. ശരിയാണെന്ന് വിശ്വസിക്കാം. ഫംഗ്ഷൻ തെറ്റില്ലല്ലോ? ഇല്ല. x³ x⁻⁻4 വരും, -4 + 1. ശരി. ഇനി സി കണ്ടുപിടിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഇൻഫർമേഷനാണ്. എക്സിന് 1ഉം വൈക്ക് 2ഉം കൊടുക്കൂ. അപ്പോൾ 2 = -1 + c എന്നും c = 3 എന്നും കിട്ടി. സോ അവർ ഫംഗ്ഷൻ y = 3x² - 1/x. നമുക്ക് എന്താണ് ആവശ്യം? y(2). എക്സിന് 2 കൊടുക്കൂ. = 2 കൊടുക്കുമ്പോൾ 12 - 1/2 വിച്ച് ഈസ് 23/2 വരും. ഈ 2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂ. 2y = 23. ഫോർത്ത് ഓപ്ഷൻ കിട്ടും. ഇതും ഈസി കാറ്റഗറി തന്നെ പെടുത്താം അല്ലേ? നിങ്ങളിതിൽ സ്പീഡായിട്ട് ചെയ്യുന്നേ. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾ തീർക്കില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഇത് കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു. ഇൻ്റഗ്രേഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. f(x) തന്നിട്ടുണ്ട്. എക്സ് ഡിനോമിനേറ്ററിൽ ഹയസ്റ്റ് ഡിഗ്രി ടേം ഔട്ട്സൈഡ് എടുക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ആ ഇൻ്റഗ്രേഷൻ ഒന്നങ്ങ് നടത്താം. ഇൻ്റഗ്രേഷൻ നടത്തുമ്പോൾ നോക്കൂ, f(x) എന്ന് പറഞ്ഞാൽ ഈ x⁻9 ഔട്ട്സൈഡ് എടുക്കും. അപ്പോൾ x⁻9 ഔട്ട്സൈഡ് എടുക്കുമ്പോൾ x⁻18 ഔട്ട്സൈഡ് വരും കേട്ടോ. ഈ 9 പുറത്തേക്ക് വന്നിട്ടേ കാണിച്ചു തരാം. 1/x⁻9 + 1/x⁻7 + 2 the whole square. x⁻9 ഇവിടെ നിന്നൊക്കെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ x⁻18 വരും. കാരണം ഹോൾ സ്ക്വയറോടെ ഉണ്ട്. x⁻9 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ തന്നെ കിട്ടിക്കോളും. അപ്പോൾ x⁻18 മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ 7/x⁻8
പ്ലസ് 9/x⁻10 വരും. മനസ്സിലായില്ലേ? ബ്രാക്കറ്റിനകത്ത് x⁻9 എടുത്തു, ഹോൾ സ്ക്വയറോടെ ഉള്ളതുകൊണ്ട് x⁻18 പുറത്തേക്ക് വരും. അത് ബ്രാക്കറ്റിന് പുറത്തേക്ക് വരുന്നു, മുകളിലേക്ക് ചെല്ലുന്നു. ഇനി ബ്രാക്കറ്റിലേക്ക് എടുക്കുന്നതിന് പകരം t കൊടുക്കുന്നു. t is equal to 1/x⁻9 plus 1/x⁻7 plus 2 dt ചെയ്താൽ x⁻9 -9/x⁻8 plus -7/x⁻n x⁻9 വരും. ഡിഫറൻസിയേഷൻ അല്ലേ, അപ്പോൾ 10 അല്ലേ കിട്ടുള്ളൂ. n × x⁻n-1, അപ്പോൾ ഇവിടെ 8 വരും അല്ലേ. n × x⁻n-1 ഇൻറ്റു dx അല്ലെ. x⁻9 ഇൻ്റഗ്രേഷൻ അല്ല, ഡിഫറൻസിയേഷൻ ആണ്. അപ്പോൾ ഈ മൈനസ് ഔട്ട് സൈഡ് എടുത്താൽ f of x എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 1/t² ഇൻറ്റു മൈനസ് dt വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് t⁻²ൻ്റെ ഇൻ്റഗ്രൽ t⁻−1/-1 പ്ലസ് c. അപ്പോൾ f of x എന്ന് പറയുന്നത് 1/t. t എന്താണ്? ഇത് 1/x⁻9 പ്ലസ് 1/x⁻7 പ്ലസ് 2 പ്ലസ് c. ഇതാണ് t. ഓക്കെ. ഇനി അവർ തന്നിരിക്കുന്നത് എക്സ് ടെൻഡിങ് ടു 0 ആവുമ്പോൾ f of x 0 ആണ്. ആ c കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. വിച്ച് ഈസ് ഈക്വൽ ടു എക്സിന് 0 കൊടുക്കുമ്പോൾ 1/0 ഇൻഫിനിറ്റി, 1/0 ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി പ്ലസ് 2 ദാറ്റ് ഈസ് ഇൻഫിനിറ്റി, 1/∞ ബിക്കം 0 പ്ലസ് c. സോ c ഈക്വൽ ടു 0. ഇതിന് കിട്ടി. ഇനി f of 1 ഈക്വൽ ടു 1/4. f of 1 ഈക്വൽ ടു 1/4. f ഡാഷ് ഓഫ് 1 കണ്ടുപിടിക്കണം. a is equal to നമുക്ക് ആൽഫ സ്ക്വയർ എന്താണെന്നാണ് കാണേണ്ടത്. f of 1 1/4 തരേണ്ട കാരണം എന്താണ്? ഇതാണ് f of x. ഇനി നമുക്ക് f ഡാഷ് x കാണാം. f ഡാഷ് x ഈക്വൽ ടു, ഇത് മിക്കവാറും f ഡാഷ് ഓഫ് 1 ആവാനാണ് സാധ്യത. നമുക്ക് എന്തായാലും f ഡാഷ് x കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ 1/x ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ -1/x⁻9 പ്ലസ് 1/x⁻7 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു f ഡാഷ് ഓഫ് 1 എന്തായാലും ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. ഇൻറ്റു 1/x ഡിഫറൻസിയേഷൻ -1/x² വന്നു. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെ ഡിഫറൻസിയേഷൻ 1/x⁻9 എന്തോ ഒരു x⁻−9 വരും. അപ്പോൾ -9/x⁸8 വരും, -7/x⁻6 വരും അല്ലേ. x⁻−9/x⁸8. ഇനി f of 1 കണ്ടാൽ f ഡാഷ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എക്സിന് 1 കൊടുത്താൽ -1/16 ഇൻറ്റു ഇവിടെ -16 അല്ലെ. എക്സിന് 1 കൊടുത്താൽ സോ 1. f ഡാഷ് ഓഫ് 1 4 കിട്ടിയിട്ടുണ്ട്. f ഡാഷ് ഓഫ് 1 4 കിട്ടിയിട്ടുണ്ട്. a തന്നിട്ടുണ്ട്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് a കണ്ടാൽ ഡിറ്റർമിനൻ്റ് ഓഫ് 0 0 1 1/4 f ഡാഷ് ഓഫ് 1 കിട്ടി. 1 ആൽഫ സ്ക്വയർ 4 1 വിച്ച് ഇസ് ഈക്വൽ ടു, ഇതെല്ലാം ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇൻറ്റു 1 മൈനസ് ആൽഫ സ്ക്വയർ അല്ലേ. 1 മൈനസ് ആൽഫ സ്ക്വയർ ഈക്വൽ ടു എത്രയാണ്? ഡിറ്റർമിനൻ്റ് ഏത് ഇവിടെ നിന്ന് കാണാം. ഫ്രം ഹിയർ വി ഇവാലുവേറ്റ് ഡിറ്റർമിനൻ്റ് എ. അപ്പോൾ ഡിറ്റർമിനൻ്റ് ബി ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജ് എ. ദാറ്റ് ഇംപ്ലൈസ് ഡിറ്റർമിനൻ്റ് ബി 81 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് a⁻n-1. ഓർഡർ എത്രയാണ്? 3 ആണ്. ദാറ്റ് ഈസ് 4 കിട്ടും. ദാറ്റ് ഈസ് ഡിറ്റർമിനൻ്റ് എ എന്ന് പറയുന്നത് +or -3 എടുക്കാലോ. +or -3
അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു +or-3 കൊടുത്തു. 1 മൈനസ് ആൽഫ സ്ക്വയർ ഈക്വൽ ടു +or-3. -3 എടുത്താൽ 4 ഈക്വൽ ടു ആൽഫ സ്ക്വയർ വരും. സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. ആൻസർ കിട്ടുന്നുണ്ട്. f(n) ഈക്വൽ ടു 1/4 എന്തിനു തന്നു? എന്തെങ്കിലും കാര്യം കാണും. അല്ല, ഇവിടെ എക്സിന് 1 കൊടുത്താൽ 1/4. ഇതിനകത്തും അത് തന്നെയായിട്ട് കിട്ടുന്നത്. നമ്മളിപ്പോൾ എക്സിന് 1 കൊടുത്തു എന്നിരിക്കട്ടെ. എക്സിന് 1 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1/4 ഈക്വൽ ടു, ഇവിടെ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1/4 + c എന്ന് കിട്ടും. അവിടെ സിയുടെ വാല്യൂ കിട്ടും. സിയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇതായാലും മതി, അതായാലും കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൺസിഡർ ദ ഫോളോയിങ് 3 സ്റ്റേറ്റ്മെൻറ്റ്സ്. നമുക്ക് ഈ ഫംഗ്ഷനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ആദ്യം തന്നെ സ്പ്ലിറ്റ് ദി ഫംഗ്ഷൻ. ഫംഗ്ഷനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ. mod എക്സ് ഗ്രേറ്റർ ദാൻ 1 വരുമ്പോൾ f(x) എന്ന് പറയുന്നത് log x പോസിറ്റീവ് ആയിരിക്കും, x-1 പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി എക്സ് 1-നേക്കാൾ ചെറുതായിരിക്കണം, പക്ഷെ അത് 0-ക്കും 1-നും ഇടയിലാട്ടോ. 0-ക്കും 1-നും ഇടയിലാണെങ്കിൽ f(x) എന്ന് പറയുന്നത് മോഡുലസ് മാറ്റിക്കഴിയുമ്പോൾ ലോഗരിതം നെഗറ്റീവ് വരും. പിന്നെ ഇതും നെഗറ്റീവ് വരും അല്ലേ. എക്സ് 1-നേക്കാൾ ചെറുതാണെങ്കിൽ mod x-1 നെഗറ്റീവ് വരും. അപ്പോൾ ആ മൈനസ് പുറത്ത് വരുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും, +x-1 വരും. ഇനി ഇതിനകത്ത് f'(x) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1/x + 1 കിട്ടും. നിങ്ങൾ നോക്കൂ, എക്സ് 0-ക്കും 1-നും ഇടയ്ക്കല്ലേ. അപ്പോൾ 1/x എന്ന് പറയുന്നത് 1-നേക്കാൾ വലുതായിരിക്കില്ലേ. -1/x എന്ന് പറയുന്നത് -1-നേക്കാൾ ചെറുതായിരിക്കില്ലേ. അതായത് -2 -3. അപ്പോൾ ഇവിടെ -2 -3 എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഈ ആൻസർ പോസിറ്റീവ് ആയിരിക്കില്ലേ. -1/x -1-നേക്കാൾ ചെറുതാണ്. -1/x -1-നേക്കാൾ ചെറുതാണ്. അപ്പോൾ -2 -3 എന്തെങ്കിലുമൊക്കെ വരാം. അല്ലാതെ നെഗറ്റീവ് ആവണം എങ്ങനെയാ? ഇത് നെഗറ്റീവ് ആവില്ലേ ഉള്ളൂ അല്ലേ. -1/x അല്ലേ. -1/xന് -2 കൊടുത്തു കഴിഞ്ഞാൽ -2 + 1 നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ f'(x) നെഗറ്റീവ് എന്ന് വെച്ചാൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാന്ന് വരും അല്ലേ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 0-ക്കും 1-നും ഇടയ്ക്ക്. അങ്ങനെയാണ് ഇതും നോക്കാം കേട്ടോ. എക്സ് 1-നേക്കാൾ വലുതാണെങ്കിൽ 1/x 1-നേക്കാൾ ചെറുതാണ്. ഇതിൻ്റെ ഡിഫറൻസിയേഷനോടെ നോക്കൂ. ഇതിൻ്റെ ഡിഫറൻസിയേഷൻ 1/x -1 വരും. 1/x 1-നേക്കാൾ ചെറുതാണെന്ന്. അപ്പോൾ ഇത് നെഗറ്റീവ് ആയിരിക്കില്ലേ അല്ലേ. 0 കൊടുത്തു, നെഗറ്റീവാണ്. അപ്പോൾ അത് നെഗറ്റീവ് ആണെങ്കിൽ ഇത് 1-നേക്കാൾ വലുതാണ്. 1 to ∞ ഡിക്രീസിങ്, അത് ശരിയാണ്. തേർഡ് ഓപ്ഷൻ ശരിയാണ്. തേർഡ് ഓപ്ഷൻ ട്രൂ വരുന്നു. സെക്കൻഡ് ഓപ്ഷൻ ഇൻകറക്റ്റ് വരുന്നത് ഓൺലി ഫോർത്തിൽ മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഫസ്റ്റ് വണ്ണോടെ നോക്കാം. എഫ് ഇസ് ഡിഫറൻഷ്യബിൾ എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻ രണ്ടായിട്ട് ഡീവിയേറ്റ് ചെയ്യുന്ന 1-ൽ വെച്ചിട്ടാണ് അല്ലേ. 1 ലെസ് വരുമ്പോഴും 1 ഗ്രേറ്റർ വരും. അപ്പോൾ f'(1) എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ എടുക്കും, 1-നേക്കാൾ വലുത്. ദാറ്റ് ഈസ് 1 - 1 0 കിട്ടും. f'(1) എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ എടുക്കും, 1-നേക്കാൾ ചെറുത്. അപ്പോഴവിടെ 1 കൊടുക്കുമ്പോൾ -1 + 1 0 കിട്ടും. അപ്പോൾ ഇത് ശരിയാണ്, ഡിഫറൻഷ്യബിൾ ആണ്. ഓക്കെ, ഫോർത്ത് ഓപ്ഷൻ വലിയ പ്രശ്നമുള്ള ക്വസ്റ്റ്യനൊന്നും അല്ല. വേണമെങ്കിൽ ഒരു ആവറേജ് പഠിപ്പിക്കും, അത്രയേ ഉള്ളൂ. അടുത്തത് സം ഓഫ് ഓൾ വാല്യൂസ് ഓഫ് ആൽഫ ഫോർ വിച്ച് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ദ ലൈൻസ്. രണ്ട് ലൈൻ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, 3Dയിലെ ഡയറക്റ്റ് ഫോർമുല. ഞാൻ സാധാ ഫോർമുല തന്നെ അപ്ലൈ ചെയ്യാണ്. ഡിറ്റർമിനന്റ് x2 - x1, ഇത് 0 - 1 ദാറ്റ് ഈസ് 1, 0 - -1, y2 - y1, 1 - 2 ദാറ്റ് ഈസ് -1, z2 - z1, 1 - 4 ദാറ്റ് ഈസ് -3, a1 b1 c1
ആൽഫ -1 മൈനസ് ആൽഫ A2 B2 C2 ആൽഫ 2 ആൽഫ ബൈ സീക്വൽ ടു √2 ഡയറക്റ്റ് ഫോർമുല ആണ് ബൈ √. ഇത് എക്സ്പാൻഡ് ചെയ്ത് കിട്ടുന്ന താഴെ എഴുതിയാൽ പോരെ. 1 ഇൻറ്റു ഫസ്റ്റ് അത് കട്ട് ചെയ്തു -2 ആൽഫ +2 ആൽഫ അത് 0 വരും. √0² പ്ലസ് ഇത് +1 ഇൻറ്റു 2 ആൽഫ² പ്ലസ് ആൽഫ², ദാറ്റ് ഈസ് 3 ആൽഫ². അപ്പം അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 9 α⁴ വരും. ഈ എക്സ്പാൻഡ് ചെയ്ത് കിട്ടുന്നതിൻ്റെ സ്ക്വയർ ആണ് താഴെ ഇടുന്നത്. -3 ഇൻറ്റു 2 ആൽഫ മൈനസ് ആൽഫ മൈനസ് ആൽഫ 3 ആൽഫ. ഇത് 9 α² വരും ഈക്വൽ ടു √2. സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ആൽഫ അല്ലേ. ഓക്കെ, ഇപ്പം ന്യൂമറേറ്ററിൽ നിന്ന് 3, ഡിനോമിനേറ്ററിൽ നിന്ന് 9 പുറത്തേക്ക് എടുത്താൽ 3 ഇൻറ്റു ആൽഫ² മൈനസ് 3 ആൽഫ. ഒരു ആൽഫയും പുറത്തേക്ക് എടുത്തു. 3 ആൽഫ പുറത്തേക്ക് എടുത്താൽ ന്യൂമറേറ്ററിലെ കാര്യമായിട്ടോ പറയുന്നത്. ആൽഫ -3 ഡിനോമിനേറ്ററിലെ കാര്യം പറയൂ. റൂട്ടിനകത്തു നിന്ന് 9 ആൽഫ² പുറത്തേക്ക് എടുത്താൽ 3 ആൽഫ ഇൻറ്റു √3 ആൽഫ². അത് 9 പുറത്തേക്ക് എടുത്തില്ലേ, റൂട്ടിൻ്റെ പുറത്തേക്ക് വന്നപ്പോഴല്ലേ 3 ആയത്. അപ്പോൾ പിന്നെ ആൽഫ² ഉണ്ടാവും അല്ലേ. ആൽഫ² +1. ഇവിടുന്ന് റൂട്ടിനകത്ത് നിന്ന് 9 പോകുന്നു, ആൽഫ² പോകുന്നു. ഈക്വൽ ടു √2. ആൽഫ എന്തായാലും ഇനിയിപ്പോൾ ഇതിനകത്തൊരു വാല്യൂ എടുത്താലും ആൽഫയ്ക്ക് 0 കിട്ടും. അതെടുത്തു സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ആണ്. ഞാനിപ്പോൾ ആൽഫ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി സ്ക്വയർ ചെയ്ത് എക്സ്പാൻഡ് ചെയ്താൽ ആൽഫ² മൈനസ് 6 ആൽഫ പ്ലസ് 9 ഈക്വൽ ടു റൈറ്റ് സൈഡ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു ആൽഫ² പ്ലസ് 1. 2 ആൽഫ² മൈനസ് ആൽഫ², ദാറ്റ് ഈസ് ആൽഫ² പ്ലസ് 6 ആൽഫ മൈനസ് 7. ശരിയാണോ? -7 ഈക്വൽ ടു 0. ഇതിനകത്ത് നിന്ന് ആൽഫയ്ക്ക് കിട്ടുന്ന വാല്യൂസ് അതിൻ്റെ ആവശ്യമില്ലല്ലോ. സം ഓഫ് റൂട്ട്, ഇതിൻ്റെ റൂട്ടുകൾ ആൽഫയും ബീറ്റയും ആണെങ്കിൽ സം ഓഫ് റൂട്ട്, സം ഓഫ് വാല്യൂസ് ഓഫ് ആൽഫ ഈക്വൽ ടു മൈനസ് b/a. ക്വാഡ്രാറ്റിക് പഠിക്കുന്നില്ലേ? മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ബൈ കോൺസ്റ്റന്റ്, അല്ല കോഎഫിഷ്യന്റ് ഓഫ് x². Here minus coefficient of alpha by coefficient of alpha, that is -6/1. It is -6. രണ്ട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. സൈൻ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം. ഇതും ഈസി തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ നിങ്ങൾ സാധാരണ ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെ. ഏത്? റാങ്ക് ഓഫ് ദ വേർഡ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്ത് ചെയ്യാം. ഞാനിപ്പോൾ ഷോർട്ട് കട്ടിലേക്കൊന്നും പോകുന്നില്ല, സാധാരണ മെത്തേഡ് തന്നെ ചെയ്യുന്നു. ആദ്യം ഒന്ന് ആൽഫബറ്റിക് ഓർഡറിലാക്കുന്നു. എ കഴിഞ്ഞാൽ പിന്നെ ഡി ഉണ്ട്. ഡി കഴിഞ്ഞാൽ പി ഉണ്ട്. QR, U 2 ഉണ്ട്. ശരിയല്ലേ? 3, 4, 3, 7. അതെ, ആൽഫബറ്റിക് ഓർഡറിൽ എടുത്താൽ ആദ്യം എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്. എന്ന് പറയുമ്പോൾ ബാക്കി 6 ഉണ്ട്. 6 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ എഴുതുന്നു, കാരണം 2 U വരുന്നു. ഇത് എയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഡിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും പിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആറിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ *4 എഴുതുന്നു. *4 എയിലും ഡിയിലും പിയിലൊക്കെ ആറിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെയിം തന്നെയാണ്. *4 എഴുതുന്നു. പിന്നെ എ, ഡി, പി, ആർ, യു എന്ന് പറയുമ്പോൾ കറക്റ്റ് സ്പെല്ലിങ് വന്നു. അടുത്ത പ്ലേസിൽ ആൽഫബറ്റിക് തുടങ്ങുന്നു. വീണ്ടും എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് കിട്ടുക 6 ഫാക്ടോറിയൽ മാത്രം മതി. 6 ഫാക്ടോറിയൽ അല്ല, 5 ഫാക്ടോറിയൽ.
അല്ലേ? 5 ഫാക്ടോറിയൽ. കാരണം എയും യു എടുത്താൽ ബാക്കി 5 ലെറ്റേഴ്സേ ഉള്ളൂ, മൊത്തം 7 ഉള്ളത്. യു 2 ഒരെണ്ണം നമ്മൾ എടുത്തു കഴിഞ്ഞു. അതിപ്പോൾ എ കഴിഞ്ഞ അടുത്ത് ഡിയിൽ സ്റ്റാർട്ട് ചെയ്യും. ഡി എന്ന് പറയുമ്പോൾ കറക്റ്റ് സ്പെല്ലിങ്ങാണ്. അപ്പോൾ അടുത്ത പ്ലേസിലേക്ക് കിടക്കാം. അടുത്ത പ്ലേസിൽ ആൽഫബറ്റിക് തുടങ്ങും. അതും 3 ഫാക്ടോറിയൽ വരും. യു ഡി എ ഫിക്സ് ചെയ്തു. അടുത്ത പ്ലേസിൽ ആൽഫബറ്റിക് തുടങ്ങുന്നു. ആൽഫബറ്റിക് തുടങ്ങുമ്പോൾ എ ഫിക്സ് ചെയ്തു. ബാക്കി നമുക്ക് 3 ലെറ്റേഴ്സാണുള്ളത്. 3 അല്ലല്ലോ, ബാക്കി 4 ലെറ്റേഴ്സ് ഇല്ലേ? 4 ഫാക്ടോറിയൽ. ശരിയല്ലേ? യു ടി എ 4 ഫാക്ടോറിയൽ. ഇതിപ്പോൾ എയിൽ സ്റ്റാർട്ട് ചെയ്താലും എ കഴിഞ്ഞു, ഡി നമ്മൾ എടുത്തു. പിയിൽ സ്റ്റാർട്ട് ചെയ്താലും കറക്റ്റ് സ്പെല്ലിംഗ് അല്ല, എ കറക്റ്റ് സ്പെല്ലിങ്ങാ. സോറി കേട്ടോ, എ കറക്റ്റ് സ്പെല്ലിങ്ങാ ഉണ്ടോ? ഉദയ്പൂർ. എ കറക്റ്റ് സ്പെല്ലിങ്ങാ. അപ്പോൾ അടുത്ത പ്ലേസിൽ ആൽഫബറ്റിക് തുടങ്ങാം. അപ്പോൾ എ എടുത്തു, ഡി എടുത്തു. അടുത്ത പ്ലേസിൽ ആൽഫബറ്റിക് തുടങ്ങുമ്പോൾ പി തുടങ്ങും. പി തുടങ്ങുമ്പോൾ 3 ഫാക്ടോറിയൽ രീതിയിൽ. ബാക്കി 4 എണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ അത് പിയിൽ തുടങ്ങാം, ആറിൽ തുടങ്ങാം, യുവിൽ തുടങ്ങാം. ഈ 3 കേസിൽ തുടങ്ങുമ്പോഴും കറക്റ്റ് സ്പെല്ലിംഗ് അല്ല. അപ്പോൾ അതെല്ലാം ഇൻറ്റു 3 വരും. യു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ലെറ്റർ വരുന്നത് വൈയാ. അപ്പോൾ യു ഡി എ വൈ, അത് കറക്റ്റ് സ്പെല്ലിംഗാണ്. അപ്പോൾ അടുത്ത പ്ലേസിലേക്ക് തുടങ്ങും. അടുത്ത പ്ലേസിൽ വീണ്ടും ആൽഫബറ്റിക് തുടങ്ങാന്ന് പറയുമ്പോൾ എ എടുത്തു, നമ്മൾ എ എടുത്തു, എ ഡി നമ്മൾ എടുത്തു. ഇനി പി തൊട്ടു. പി എന്ന് പറയുമ്പോൾ കറക്റ്റ് സ്പെല്ലിംഗ് അല്ല. 3, 2, 5, ബാക്കി 2 ലെറ്റർ ബാക്കിയുണ്ട്. അല്ലല്ലോ, കറക്റ്റ് സ്പെല്ലിംഗ് ആണല്ലോ പി കറക്റ്റ് സ്പെല്ലിംഗാ. എന്നാൽ അടുത്ത പ്ലേസിലേക്ക് കിടക്കാം. അടുത്ത പ്ലേസിൽ ആൽഫബറ്റിക് എന്ന് പറയുമ്പോൾ യു അല്ല, ആറാണ്. 6 കഴിഞ്ഞാൽ പിന്നെ ഒരു ലെറ്ററുടെ ബാക്കിയുണ്ട്, യു. അതൊരു രീതിയിൽ. പിന്നെ ഇത് ഒന്നോടെ റൊട്ടേറ്റ് ചെയ്യിച്ചു. അപ്പോൾ പി യു ആർ = 1. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. ദിസ് ബിക്കം 6 × 5 × 4 × 3 × 4. 2 ഫാക്ടറിൽ കട്ടായിപ്പോയി. അപ്പോൾ 30, 120, 360. 360 × 4. = 1440 അല്ലേ? ഇനി 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോഴോ 5 × 4 × 3 × 2. അപ്പോൾ 20, 60. അപ്പോൾ അത് 120 കിട്ടും. അടുത്തത് 6 × 3 18 കിട്ടും. പിന്നെ 1, 1. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. 0 കിട്ടി. 1, 1, 2, 2, 2, 2, 4, 4, 4, 8, 5, 1. സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. അതല്ലെങ്കിൽ ഷോർട്ട് കട്ട് ടെക്നിക്ക് അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കിട്ടാവുന്ന ക്വസ്റ്റൻ ആണിത്. പിന്നെ റാങ്ക് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത്. ഏത് മെത്തേഡ് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. ഇത് സെറ്റിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് എസ് ബി ദ സെറ്റ് ഓഫ് 5 എലമെൻറ്റ്സ്. അതിൻ്റെ പവർ സെറ്റാണ് പി ഓഫ് എസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പവർ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2⁵5 ആയിരിക്കും പവർ സെറ്റ് ഓഫ് എസ്. ഇ ബി ആൻ ഇവൻറ്റ് ഓഫ് ചൂസിങ് ആൻ ഓർഡേർഡ് ബൈ എ ബി ഫ്രം പവർ സെറ്റ്. പവർ സെറ്റിൽ നിന്ന് ഒരു എലമെൻറ്റ് ചൂസ് ചെയ്യുന്നു. അതിൻ്റെ ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് ആയിരിക്കണം. അതിൻ്റെ പ്രോബബിലിറ്റി അവർ തന്നിട്ടുണ്ട്. അതായത് അവരുദ്ദേശിക്കുന്നത് ഇതാണ് മക്കൾ. ഓക്കെ, അവർ 2 സെറ്റുകൾ തന്നിട്ടുണ്ട്, എ ബി. അപ്പോൾ നിങ്ങൾ ഈ 5 എലമെൻ്റ് ഇല്ലേ, ഈ 5 എലമെൻ്റ് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 5 എലമെൻ്റ് നിങ്ങൾക്ക് 4 രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഒന്നാമത്തെ എലമെൻ്റ് എടുത്തു. അപ്പോൾ ഇതിനകത്തുള്ള എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ 1, 2, 3, 4, 5 ആണെന്നിരിക്കട്ടെ.
ഒന്നാമത്തെ എലമെന്റ് എടുത്തു. ഈ ഒന്നാമത്തെ എലമെന്റ് ഒന്നുകിൽ എക്കും ബിക്കും പുറത്തിടാം, അല്ലെങ്കിൽ എക്ക് അകത്തിടാം, അല്ലെങ്കിൽ ബിക്ക് അകത്തിടാം, അല്ലെങ്കിൽ ഇന്റർസെക്ഷനകത്തിടാം. അപ്പം 4 രീതിയിൽ ഓരോ എലമെന്റിനെയും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതിനകത്ത് 5 എലമെന്റ് ആണുള്ളത്. ഓരോ എലമെന്റ് എടുത്ത് ഒന്നുകിൽ എക്കും ബിക്കും പുറത്ത്, അല്ലെങ്കിൽ എക്കകത്ത്, ഇവിടെ 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 ഇവിടെ, അങ്ങനെ 4 ഡിഫറെന്റ് രീതിയിൽ എടുക്കാം. ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, ഫസ്റ്റ് എലമെന്റ് 4 രീതിയിൽ, സെക്കൻഡ് എലമെന്റ് 4 രീതിയിൽ, തേർഡ് എലമെന്റ് 4 രീതിയിൽ, ഫോർത്ത് എലമെന്റ് 4 രീതിയിൽ. അപ്പൊ ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ 4⁵5 വരും. 5 എലമെന്റ് ആണുള്ളത്. 4⁵5. ഇനി ന്യൂമറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് ആയിരിക്കണം. അപ്പോൾ ഒരു എലമെന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇവിടെ ഇടാം, അല്ലെങ്കിൽ ഇവിടെ ഇടാം, അല്ലെങ്കിൽ ഇവിടെ ഇടാം. ഇതിനകത്ത് ഇടാൻ പറ്റില്ല. 3 രീതിയിലേ പറ്റുള്ളൂ. 3⁵5 which is equal to 3⁵5 by 2⁻10. 4⁵5നെ 2⁻10 എന്നാക്കി. Here P and Q. P is 5 and Q is 10. So P plus Q is equal to 10 plus 5. Answer is 15. Answer is 15. Okay. അതായത് നമ്മളിപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാലേ, നമ്മുടെ ഈ സെറ്റിനകത്ത് 2 എലമെന്റ് ഉള്ളൂ എന്നിരിക്കട്ടെ. ഈ 2 എലമെന്റുകളെ നമുക്ക് ഒന്നുകിൽ എക്കകത്തിടാം, അല്ലെങ്കിൽ ബിക്കകത്തിടാം, അല്ലെങ്കിൽ എയുടെയും ബിയുടെയും പുറത്തിടും. ഇങ്ങനെ 3 രീതിയിലിടുക അല്ലേ? ഈ 3 കേസുകളാണ് നമ്മൾ ഇതിനകത്ത് അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ 2 എലമെന്റ് ഉള്ളതെങ്കിൽ 3 കേസ്, 3⁻2 9 കേസ് ആയിരിക്കും ന്യൂമറേറ്ററിൽ വരിക. ശരിയല്ലേ? ഞാൻ ന്യൂമറേറ്ററിനെ കുറിച്ചാട്ടോ പറയുന്നത്. 1, 2 2 എലമെന്റ് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരുന്നേ ഉള്ളൂ. 1 ഇവിടെ ഇട്ടു, 2 ഇവിടെ ഇട്ടു, 2 ഇവിടെ ഇട്ടു, 1 ഇവിടെ ഇട്ടു. പിന്നെ 1 2 ഇവിടെ കൊടുത്തു, ഇത് നൾ സെറ്റാക്കി, കുഴപ്പമില്ല. 1 2 ഇവിടെ കൊടുത്തു, ഇത് നൾ സെറ്റാക്കി, കുഴപ്പമില്ല. 1 ഇവിടെ ഇട്ടു, 2 ഇവിടെ ഇട്ടു, ഇത് നൾ സെറ്റാക്കി. ഇവിടെ കൊടുത്തില്ല. 2 ഇവിടെ ഇട്ടു, 1 ഇവിടെ ഇട്ടു. ഇങ്ങനെയുള്ള കേസ് നമ്മൾ ചെയ്തിട്ടില്ല. അതായത് എക്കും ബിക്കും പുറത്ത്. എത്രയായി? 1 2 3 4 5 6. ഇനി 1 ഇവിടെ, 2 ഇവിടെ, 2 ഇവിടെ, 1 ഇവിടെ. ഓക്കെ. പിന്നെ അടുത്ത കേസ് 1ഉം 2ഉം ഇവിടെ. ഇപ്പം എത്രയായി നോക്കിയേ? 1 2 3 4 5 6 7 8 9 കേസുകൾ. ശരിയല്ലേ? ഇത് വേണമെങ്കിൽ മാച്ച് കളയാം. അപ്പോൾ ഈ രീതിയിലൊക്കെ സ്പ്ലിറ്റ് ചെയ്യുന്നു. 9 കേസുകളാണ് വരുന്നത് ന്യൂമറേറ്ററിൽ. 1 2 ഇതൊക്കെ സബ്സെറ്റുകളിൽ വരുന്നതാണ്. ഇതെല്ലാം അതിൻ്റെ ഓരോ സബ്സെറ്റുകളാണ്. അപ്പോൾ ഇവിടെ ഇട്ടു, ഇവിടെ ഇട്ടു. അതായത് കോമൺ ആയിട്ടൊന്നും കയറി വരുന്നില്ല. എ ഇന്റർസെക്ഷൻ ബിയിൽ ഒന്നും കയറി വരുന്നില്ലല്ലോ. അപ്പം ഇങ്ങനെ 9 കേസുകൾ മുകളിൽ വരുന്നു. ഡിനോമിനേറ്ററിലാണെങ്കിൽ ഇന്റർസെക്ഷനോടെ കയറി വരും 4 കേസുകൾ വരുന്നു. അങ്ങനെ സിംപ്ലിഫൈ ചെയ്തെടുക്കും. അടുത്തത് മോഡ് ഇസഡ് സ്ക്വയർ തന്നിട്ടുണ്ട്. മോഡുലസ് കണ്ടുപിടിക്കുക. മോഡുലസ് കണ്ടുപിടിക്കുമ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ സെപ്പറേറ്റ് മോഡുലസ് കാണാം. അതിൻ്റെ സ്ക്വയറാണ് എടുക്കേണ്ടത്. അപ്പോൾ റൂട്ട് എടുക്കേണ്ട ആവശ്യമില്ല. √(x² + y² അല്ലേ? അപ്പോൾ ഇത് 2 കിട്ടും. ഇതോ 1² + 2² 5 കിട്ടും. ഇതോ 1² + 9² 10 കിട്ടും. ഇതോ അടുത്ത ടൈം അങ്ങനെയാണെങ്കിൽ 1² + 4² 17 കിട്ടും. അടുത്തതോ 1² + 25 ദാറ്റ് ഈസ് 26 കിട്ടും. എക്സ്ട്രാ ഇങ്ങനെ പോകുന്നു. ലാസ്റ്റ് ടൈം 1 + n² = ആണ് ഈ തന്നിരിക്കുന്നത് 44200. ഇതിനകത്ത് n എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. നമുക്കിത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം 5 ഈ 10ഉം ഈ 0യും കട്ട് ചെയ്ത് പോയി. 5 × 2 10 വരും. ഇതും കട്ട് ചെയ്ത് പോയി. ഇനി 442നെ നിങ്ങളൊന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കിയാൽ മതി. പെട്ടെന്ന് ആൻസർ കിട്ടും. 442നെ 17 കൊണ്ട് ഫാക്ടറൈസ് ചെയ്തു. കാരണം അടുത്ത നമ്പർ 17 അല്ലേ? 17 കൊണ്ട് ഫാക്ടറൈസ് ചെയ്ത് അവിടെ 2 വരും. അപ്പോൾ എത്ര കിട്ടും? 34 വരും. 34 നിന്ന് ബാക്കി 10 ഉണ്ടാവും. 10 എന്ന് പറയുമ്പോൾ ബാക്കി 102. അപ്പോൾ 17 × 6 നോക്കിയേ. 17 × 6 ചെയ്ത് കഴിഞ്ഞാൽ 2 1 6 102 കിട്ടും. അപ്പോൾ ഇത് 26 ആയിരിക്കും. അപ്പോൾ
ഈ റൈറ്റ് സൈഡിനെ നിങ്ങൾക്ക് 17 × 26 എഴുതാം. അപ്പോൾ ഇത് എന്നിന് 1 2 3 4 5 അല്ലേ? 1 + 5 1 + 5i ഈ കിട്ടിയിരിക്കുന്നത്. 1 + 5i ആണ് ആൻസർ നമുക്ക് ഇത് കിട്ടിയത്. അപ്പോൾ n = 5 മതി. n = 5. അങ്ങനെ ചെയ്താലും മതി. അത് ട്രയൽ ആൻഡ് എറർ വഴി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ. എച്ച് കെ ലൈ ഓൺ ദ സർക്കിൾ. എച്ചും കെയും ഈ സർക്കിളിലാണ് വരുന്നത്. അപ്പോൾ എച്ച് കെ എന്ന് വിളിക്കുന്നത് h = r cos θ 2 cos θ എന്നും k = r sin θ 2 sin θ എന്നും എഴുതാം. h = r cos θ, k = r sin ആർബിട്രറി പോയിന്റ് ഓൺ ദ എലിപ്സ്. ഇനി അവർ പറയുന്നത് ഈ രണ്ട് പോയിന്റ് ഇല്ലേ, ഇത് എവിടുത്തെ പോയിന്റ് ആണെന്ന് അറിയാമോ? ഇത് എലിപ്സിലെ പോയിന്റ് ആണ്. എക്സെൻട്രിസിറ്റി E. അപ്പോൾ എലിപ്സിലെ പോയിന്റ് എന്ന് പറയുമ്പോൾ x = 2h + 1 y = 2k + 1. എലിപ്സ് x²/a² ആ ഫോമിൽ എടുക്കുന്നു. എലിപ്സിൽ രണ്ട് പോയിന്റ് തന്നിരിക്കട്ടെ. എലിപ്സിലെ ആർബിട്രറി പോയിന്റ് ആയി തന്നിരിക്കുന്നത് h എന്ന് പറയുന്നത് 2 cos θ അല്ലേ? അപ്പോൾ x = h-ന് പകരം 2 cos θ. അപ്പോൾ 4 cos θ + 1 വരും. ഇതിനകത്തുനിന്ന് x - 1/4 = cos θ എന്നും y = 2 sin θ അല്ലേ? റേഡിയസ് r 3 ആട്ടോ. ഇവിടെ 3k + 2 ആട്ടോ. സോറി കേട്ടോ, 3k + 2 ആണ്. അപ്പോൾ കെക്ക് പകരം 2 sin θ കൊടുത്താൽ 6 sin θ + 2 എന്നും വരും. അപ്പോൾ y - 2/6 = sin θ കിട്ടും. ഓക്കെ, 6 = sin θ കിട്ടും. സൈനും കോസ്റ്റും വരുമ്പോൾ തീറ്റ എലിമിനേറ്റ് ചെയ്താൽ മതി. സ്ക്വയറിങ് ആൻഡ് ആഡിങ്. അപ്പോൾ x - 1 2 16 + y - 2 2 36 = 1 കിട്ടും. സ്ക്വയറിങ് ആൻഡ് ആഡിങ്. അപ്പോൾ a² b² കിട്ടിയിട്ടില്ല. എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കൂ. എക്സെൻട്രിസിറ്റി E² എന്ന് പറയുമ്പോൾ 1 - b² a², which is equal to 1 - 16/36, which is equal to 1 - 4/9, which is equal to 5/9. That is E². E² is equal to 5/9. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? We evaluate 5/E². That is 5/5/9. Answer become 9. Answer become 9. 9 എന്ന് കിട്ടും. Okay, another easy question. Answer is 9. E² = 9. Next question. ഇത് ട്രിഗണോമെട്രിയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ലെങ്തി ആണെന്ന് തോന്നുന്നു. നോക്കൂ. ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. tan x + 100 by tan x - 50 is equal to tan x + 50 into tan x. ആ tan x - 50 താഴേക്ക് കൊണ്ടുപോകും. ഇനി ഇതിനെ സൈൻ ബൈ കോസ് ചെയ്താൽ ആ സ്റ്റെപ്പ് അങ്ങ് എഴുതിയാലും മതിയില്ലേ? സൈൻ ബൈ കോസ് ചെയ്യുന്നു. അതെന്തിനാ സ്പേസ് വേസ്റ്റ് ആക്കണം. അപ്പോൾ സൈൻ x + 100 by cos x + 100. സൈൻ ബൈ കോസ് ആക്കി ടാനെ മറ്റേ tan x - 50 താഴേക്ക് വന്നു കഴിയുമ്പോൾ അത് ന്യൂമറേറ്ററിലേക്ക് പോയിട്ട് cos x - 50 into sin x - 50 ഈക്വൽ ടു ഇവിടെ tan x + 50 എന്ന് പറയുമ്പോൾ sin x + 50 into sin x into tan x ആട്ടോ by cos x + 50 into cos x. Okay, that implies
ഇതിനകത്ത് നമ്മൾ കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ പ്രോപ്പർട്ടി എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ എ പ്ലസ് ബി ബൈ എ മൈനസ് ബി ഈക്വൽ ടു സി പ്ലസ് ഡി ബൈ സി മൈനസ് ഡി എന്ന് പറയുന്ന കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ പ്രോപ്പർട്ടി. അപ്പോൾ ദിസ് പ്ലസ് ദിസ്, അപ്പോൾ സൈൻ എക്സ് പ്ലസ് 100 ഇൻറ്റു കോസ് എക്സ് മൈനസ് 50 പ്ലസ്, അപ്പോൾ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ, ദിസ് ബിക്കം സൈൻ എക്സ് മൈനസ് വൈ, അല്ല പ്ലസ് അല്ലേ, അപ്പോൾ സൈൻ എക്സ് പ്ലസ് വൈ അല്ലേ. ഇത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു, ഇത് പ്ലസ് ഇത്, അപ്പോൾ സൈൻ എക്സ് പ്ലസ് 100 ഇൻറ്റു കോസ് എക്സ് മൈനസ് 50 പ്ലസ് കോസ് എക്സ് പ്ലസ് 100 ഇൻറ്റു സൈൻ എക്സ് മൈനസ് 50, സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ, സൈൻ എക്സ് മൈനസ് വൈ. ഡിനോമിനേറ്റർ സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ, ഇറ്റ് ബിക്കം സൈൻ എക്സ് മൈനസ് വൈ. മൈനസ് ആയിട്ടേക്ക് വരുമ്പോൾ പ്ലസ് ആയി പോകും. റൈറ്റ് സൈഡ് sin x sin y plus cos x cos y, that is cos x minus y, cos x minus y. താഴെ sin x sin y minus cos x cos y എന്ന് പറഞ്ഞാൽ മൈനസ് cos x plus y. കാരണം cos x cos y മൈനസ് sin x, ഇത് നേരെ തിരിച്ചായിട്ട് വരുന്നത്. ദിസ് മൈനസ് ദിസ് വരുമ്പോൾ ഒരു മൈനസ് ഔട്ട് സൈഡ് വരുന്നു. x plus 50 പ്ലസ് എക്സ്. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ ഇവിടെ സൈൻ 2x പ്ലസ് 50, താഴെയോ സൈൻ 150, റൈറ്റ് സൈഡോ കോസ് 50 മൈനസ് കോസ് 2x പ്ലസ് 50. ഇനി ഒരു ചെറിയ അറേഞ്ച്മെന്റ് നടത്താൻ പോവാം. ഇതിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ. ഈ സൈൻ 150 എന്ന് പറഞ്ഞാൽ 180 മൈനസ് 30 ആക്കാം. അപ്പോൾ സൈൻ 30 കിട്ടും. സൈൻ 30 1/2 ആവും. 1/2 മുകളിലേക്ക് പോകും. ചെയ്യണോ? സൈൻ 150 അത്രേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. ഇത് 1/2 ആണ്. 180 മൈനസ് 30, ഈ 1/2 മുകളിലേക്ക് എന്ന് കഴിയുമ്പോൾ 2 സൈൻ 2x പ്ലസ് 50 ഇൻറ്റു ഈ കോസ് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. കോസ് 2x പ്ലസ് 50 ഈക്വൽ ടു മൈനസ് കോസ് 50 എന്ന് എഴുതി. മൈനസ് അവിടെ എഴുതി. അപ്പോൾ ഇത് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റ. അപ്പോൾ സൈൻ 4x പ്ലസ് 100 ആയിക്കോട്ടെ അല്ലേ, സൈൻ 2 തീറ്റ 2 സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ 2 തീറ്റ ഈസ് മൈനസ് കോസ് 50 എന്ന് പറഞ്ഞാൽ സൈൻ 40 എന്ന് എഴുതാം അല്ലേ. മൈനസ് 50 നമുക്ക് 90 മൈനസ് 50 എഴുതാൻ പാടില്ലേ. കോസ് 50 എന്ന് പറഞ്ഞാൽ കോസ് 90 മൈനസ് 40 എന്ന് എഴുതാം, വിച്ച് ഈസ് സൈൻ 40 അല്ലേ. അപ്പോൾ സൈൻ 40 എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് സൈൻ 40 വരും. മൈനസ് അകത്തേക്ക് കൊടുത്താൽ സൈൻ മൈനസ് 40 എന്നും കിട്ടും. ഇവിടം വരെ കിട്ടും. ഇനി വേണമെങ്കിൽ ട്രിഗണോമെട്രിക് ഇക്വേഷൻ്റെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ അതാണ് ചെയ്യുന്നത്. എന്തായിരുന്നു? സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് -1/n ഇൻറ്റു വൈ. എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് -1/n ഇൻറ്റു വൈ എന്നുള്ള കൺസെപ്റ്റ് അത് അപ്ലൈ ചെയ്താൽ 4x പ്ലസ് 100 ഈക്വൽ ടു എൻ പൈ പ്ലസ് -1/n ഇൻറ്റു -40 വരും. ആ ഇവിടെ മൈനസ് കൊടുക്കുക അപ്പോൾ അല്ലേ. പ്ലസ് എന്നുള്ളത് ഇവിടെ മൈനസ് കൊടുക്കുക, ഇവിടെ -40 ഒന്നുണ്ട്. -1/n ഇൻറ്റു 40. അവർ ചോദിച്ചിരിക്കുന്നത് എത്ര എലമെന്റ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കണേ. 0ക്കും 180ക്കും ഇടയ്ക്ക് എത്ര വാല്യൂ കിട്ടും. എന്നിന് ഓരോ n is a ഇൻറ്റിജർ, എന്നിന് ഓരോ വാല്യൂസ് കൊടുത്തു നോക്കാം. ഇപ്പോൾ എന്നിന് 0 കൊടുത്തു. 0 കൊടുത്താൽ 4x എന്ത് കിട്ടും? ഇത് 0 -40 കിട്ടും. ഈ 100 അപ്പുറത്തേക്ക് എന്നാൽ 100 - 40 ദാറ്റ് ഈസ് 60. അപ്പോൾ എക്സിന് 50 എന്നൊരു വാല്യൂ കിട്ടും. അത് കുഴപ്പമില്ല, അതെടുക്കാം. എന്നിന് 1 കൊടുത്തു. അപ്പോൾ പൈ വരും.
പ്ലസ് വരും. 180 പ്ലസ് 40 അല്ലേ? 180 പ്ലസ് 40 220 മൈനസ് 100 120 ഇതെടുക്കാം. വാല്യൂ ശരിയാണോ നോക്കിക്കോളൂ കേട്ടോ. എക്സ് എന്നിന് 2 കൊടുത്തു. അപ്പോൾ 360 മൈനസ് 40 വരും. 360 മൈനസ് 40 എന്ന് പറയുമ്പോൾ 320 വരും. 320 മൈനസ് 100 320 220 വരും. 4x ഈക്വൽ ടു 220 അതും എടുക്കാം. അടുത്തത് n ഈക്വൽ ടു -1 കൊടുത്തു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ n ഈക്വൽ ടു 3 കൊടുത്തു. n ഈക്വൽ ടു 3 കൊടുത്തു. n ഈക്വൽ ടു 3 കൊടുത്തു കഴിഞ്ഞാൽ 3 × 180. അപ്പോൾ ഇത് മൈനസ് പ്ലസ് വരും. അപ്പോൾ വരുന്നത് 3 × 180 പ്ലസ് 40. 3 × 180 എത്ര വരും? 360 540. അപ്പോൾ 580 വരും അല്ലേ? മൈനസ് 100 വരുമ്പോൾ 4x ഈക്വൽ ടു 480 വരും. 480 ബൈ 4 ചെയ്താൽ 480 ബൈ 4 ചെയ്താൽ 120. കുഴപ്പമില്ല, അതും എടുക്കാം. അടുത്ത വാല്യൂ കൊടുക്കുമ്പോൾ മുതൽ പ്രശ്നമാവും. അല്ലെങ്കിൽ -1 ഇതൊക്കെ കൊടുത്ത് നോക്കുക. -1 കൊടുത്താൽ ശരിയാവുമല്ലോ. -180 -40 അപ്പോൾ നെഗറ്റീവ് ആയിപ്പോവും. അത് പറ്റില്ല. ഇപ്പോൾ ഈ 4 വാല്യൂസ് കൊടുത്താൽ കുഴപ്പമില്ല. n ഈക്വൽ ടു 0 1 2 3 4. സോ 4 സൊല്യൂഷൻ എന്നെടുക്കാം. 4 സൊല്യൂഷൻസ്, 4 വാല്യൂസ് പ്രശ്നമില്ല. ഓക്കെ. അതല്ലെങ്കിൽ ജനറൽ സൊല്യൂഷൻ എഴുതാതെ ചെയ്യൽ ബുദ്ധിമുട്ടായിരിക്കും. വേറെ ടെക്നിക്ക് നിങ്ങൾ നോക്കുക. കം ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് സാറ്റിസ്ഫൈസ് ദ റിലേഷൻ. എഫ് ഓഫ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിലേഷൻ അവർ തന്നിട്ടുണ്ട്. നോക്കൂ, ഞാനൊരു കാര്യം ചെയ്യുവാണ്. ഇതിനെ ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുവാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 to 1 y ഇൻറ്റു എഫ് ഓഫ് വൈ ഡി വൈ പ്ലസ് എക്സ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 എഫ് ഓഫ് വൈ ഡി വൈ. ഞാൻ ഇനി ഇതിനെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇത് ഇ റൈസ് ടു എക്സ്, ഇതൊരു കോൺസ്റ്റൻ്റാണ്. ഇൻ്റഗ്രേഷൻ കഴിഞ്ഞ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് കിട്ടി. ഇതും ഒരു കോൺസ്റ്റൻ്റാണ്, എ ബി എന്ന് കൊടുത്തു. അപ്പോൾ ശരിക്കും എ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to 1 വൈ എഫ് ഓഫ് വൈ ഡി വൈ ആണ് എ അല്ലേ? ബി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to 1 എഫ് ഓഫ് വൈ ഡി വൈ ആണ് ബി. ഓക്കെ. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇതല്ലേ എഫ് ഓഫ് എക്സ്, ഇ പ്ലസ് എഫ് ഓഫ് 0 കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എക്സിന് 0 കൊടുത്തു, 1 പ്ലസ് എ കിട്ടും. അപ്പോൾ എ എത്രയാണെന്ന് കിട്ടിയാൽ മതി. ഞാനൊരു കാര്യം ചെയ്യുന്നു, ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 എഫ് ഓഫ് വൈ എന്നതിന് പകരം ഇതല്ലേ എഫ് ഓഫ് എക്സ്, ആ എക്സിന് പകരം വൈ കൊടുത്തേ. അപ്പോൾ ഇ റൈസ് ടു വൈ പ്ലസ് എ പ്ലസ് എക്സ് അല്ല വൈ അല്ലേ, വൈ ഇ റൈസ് ടു വൈ ഇൻറ്റു ബി ഡി വൈ. ഓക്കെ, ഇങ്ങനെ കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു ബി ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു വൈയുടെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു വൈ തന്നെ വരും, ഫ്രം 0 to 1 പ്ലസ് എ വൈ ഫ്രം 0 to 1 പ്ലസ് ബി ഇൻറ്റു, ഇതിൽ പാർട്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ്, അപ്പോൾ ഇ റൈസ് ടു വൈ ഇ റൈസ് ടു വൈ മൈനസ് ഇ റൈസ് ടു വൈ എന്ന് വരും അല്ലേ? ഇതിനകത്ത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്തു. സോ ബി ഇസ് ഈക്വൽ ടു ഇത് ഇ കിട്ടും, ഇ -1 കിട്ടും അല്ലേ? ഇ -1 കിട്ടും പ്ലസ് ഇതോ, ഇത് എ അങ്ങനെ തന്നെ വരും ശരിയല്ലേ? വൈ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് പ്ലസ് ബി, ഇതോ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ മൈനസ് ഈ 0 ആയി പോയില്ലേ, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ
ഈ മൈനസ് ഈ 0 വരും, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 മൈനസ് 1 വരും. ശരിയാണോ? 0 മൈനസ് 1 വരും. അപ്പോൾ നമുക്ക് കിട്ടുക ബി സീക്കൽ ടു ഇ മൈനസ് 1 പ്ലസ് എ മൈനസിൻ്റെ -1 വരും, പ്ലസ് ബി വരും. ബി കട്ടായി പോവും. അപ്പോൾ ഇത് പുറത്തേക്ക് വന്നാൽ 1 മൈനസ് ഇ ഈക്വൽ ടു എ കിട്ടും. എയുടെ വാല്യൂ എന്ത് കിട്ടി? 1 മൈനസ് ഇ കിട്ടി. അതെടുത്ത് ഇവിടെ കൊടുക്കും. 1 പ്ലസ് 1 മൈനസ് ഇ, 1 പ്ലസ് 1 മൈനസ് ഇ കൊടുക്കും. ദാറ്റ് ഈസ് 2 മൈനസ് ഇ എന്ന് കിട്ടും എഫ് ഓഫ് 0യുടെ വാല്യൂ. എന്താ ക്വസ്റ്റിന് ചോദിച്ചേക്കണേ? ഇ പ്ലസ് എഫ് ഓഫ് 0 ആണ്. അപ്പോൾ ഇത് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരും. ഇ പ്ലസ് എഫ് ഓഫ് 0 ഈക്വൽ ടു 2 കിട്ടും. സോ ദ ആൻസർ ഈസ് 2. തീർന്നു. ഇത് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ 2. ഓക്കെ. അതായത് ഇപ്പം ഇന്ന് നമ്മൾ ചെയ്തത് 24/1/2026 24/1/2026 ജാനുവരിയിൽ നടന്ന സെക്കൻഡ് ഷിഫ്റ്റ്. കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ? കുറച്ച് പെട്ടെന്ന് തീർന്നു. അഞ്ഞൂറ് സ്പീഡ് ആയതുകൊണ്ടാണോന്നറിയില്ല. കമ്പാരിറ്റീവ്ലി ചില ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് ടഫ് എന്ന് പറയത്തക്ക രീതിയിലുണ്ടായിരുന്നു. ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു. വലിയ പ്രശ്നമില്ലാത്തൊരു പേപ്പറായിരുന്നു. ഓക്കെ. ബാക്കിയുള്ള ദിവസങ്ങളിലായിട്ട് മറ്റുള്ള ദിവസങ്ങളിലെയും പേപ്പറുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇതെല്ലാം നിങ്ങളെ ഏപ്രിൽ ചെറിയ വീഴ്ചകളൊക്കെ ജാനുവരി സംഭവിച്ചു. അത് ഏപ്രിലിൽ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.